വളരെ ശാന്തമായി പഠനാർഹമായ ഒരു ആശയമാണ് ഈ രാത്രി നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. आज रात को एकदम शांत होकर हम अब पढ़ने के लिए एक बाइबल स्टडी के द्वारा मैं आपसे आज बात करना चाहता हूं. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം ഈ രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് വായിക്കാം. पहला कोरिन्थी 15 का 19 हम आज पढ़ेंगे. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. आमीन. यदि हम केवल इसी जीवन में ही मसीह से आशा रखते हैं तो हम सब मनुष्यों से अधिक अभागे हैं. വാക്യങ്ങൾക്കായി നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം. इस वचनों को लेकर हाथ और शब्द उठाकर ശബ്ദമുയർത്തി സന്തോഷത്തോടെ खुशी ദൈവത്തിന് के साथ സ്തോത്രം. ऊंचे स्वर से परमेश्वर को धन्यवाद करें. ധന്യനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ धन्य जो प्रेरित पौलुस जो है कोरिन्थी कलीसिया को जो पत्र लिखते हैं, അവരോട് ചോദിക്കുന്നു, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. उन्हें कहते हैं इस आयुष्य में हम सब परमेश्वर की ओर जो है आशा रखते हैं, लेकिन इस आयु में सारे लोग दया पात्र हैं. അങ്ങനെ ആ ചോദ്യം സഭയോട് ചോദിക്കാൻ ഒരു കാരണമുണ്ട്. ऐसा ये सवाल कलीसिया को पूछने का एक कारण, നമ്മുടെ മുംബൈ പോലെ ഡൽഹി ഒക്കെ പോലെ അന്നത്തെ കാലത്ത് ഒരു മഹാനഗരമായിരുന്നു കൊരിന്ത്. हमारा दिल्ली, हमारा मुंबई जैसे एक महानगर था उस जमाने का कोरिन्थ. വ്യത്യസ്ത ജനവിഭാഗങ്ങൾ തിങ്ങിപ്പാർത്തിരുന്ന ഒരു പട്ടണം. अलग प्रकार के तरीका से लोग जो है भीड़ में रहते हुए एक शहर. അതുകൊണ്ട് തന്നെ ആ പട്ടണത്തിൽ സമ്മിശ്ര സംസ്കാരമാണ് ഉണ്ടായിരുന്നത്. इसलिए उस शहर में अलग अलग प्रकार के जातिया के लोग मिश्रण में रहते थे. അന്നത്തെ യവനായ പഠിപ്പിക്കലുകൾ ആ സമൂഹത്തെ ഏറെ സ്വാധീനിച്ചിരുന്നു. उस समय के यूनानी जो सीख सिखाते थे उनको बहुत सामर्थ्य और समृद्धि प्रथम स्थान था. പുരാതന കാലത്തെ പ്രബലമായ രണ്ട് തത്വചിന്താഗതിക്കാരാണ് എപ്പിക്കൂരിയരും സ്റ്റോയിക്കരും. इपिक्यूर और स्टोइकल जो पुराने जमाने के तत्वज्ञान का एकदम जो सिद्धांत वाले लोग थे. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ വായിക്കേണ്ട, ഞാൻ പറഞ്ഞു വിടാം. फिर तो कृत्य 17 और 18 में वहां पढ़ने की जरूरत नहीं है. വിശ്വപ്രസിദ്ധമായ അഥേനയിലുള്ള പൗലോസിന്റെ പ്രഭാഷണം, विश्व प्रसिद्ध जो है प्रेरित पौलुस का जो प्रचार, ആ പ്രഭാഷണത്തിൽ എപ്പിക്കൂര്യരും സ്റ്റോയിക്കരും അദ്ദേഹത്തോട് വാദിച്ചതായി നമുക്ക് കാണാൻ उस കഴിയുന്നുണ്ട്. प्रचार में एपिक्यूर के स्टोइक के लोग जो है उनसे वाद विवाद किया करके हम देखते हैं. ഈ എപ്പിക്കൂര്യർ ആത്മാവിന്റെ അസ്തിത്വത്തിലും മരണാനന്തര ജീവിതത്തിലും വിശ്വസിച്ചവരായിരുന്നില്ല. जो है आत्मा के बाद का मरण, मृत्यु के बाद जीवन में वे विश्वास नहीं करते थे. അവര് പറയുന്നത് മരണത്തിന് ശേഷം മനുഷ്യന് ഒരു ജീവിതമില്ല. वो कहते हैं कि मृत्यु के बाद मनुष्य को एक जीवन नहीं है. മരണശേഷം വല്ലതുമൊക്കെ ആസ്വദിക്കാം എന്ന് വെച്ചാൽ അത് മിഥ്യാധാരണയാണ്. मृत्यु के बाद कुछ हम मतलब भोगेंगे, मतलब वो एक मिथ्या है. അതുകൊണ്ട് ജീവിതം എന്ന് പറയുന്നത് ആസ്വദിക്കാനുള്ളതാണ്. इसलिए जीवन जो है यहाँ का हम आनंद करें, हम अनुभव भोगें. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ചാകുമ്പം ചാകട്ടെ, ചാകുന്നതിന് മുമ്പ് ആവോളം ആസ്വദിക്കാവുന്നിടത്തോളം എല്ലാം ആസ്വദിക്കുക. खाओ पियो ऐश करो, मृत्यु के बाद कुछ नहीं है. जब जिंदा है ऐश और मौज मस्ती करो. അങ്ങനെ ഒരു എപ്പിക്കൂര്യന്റെ കാര്യം കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട്. वैसे एपिक्यूरियन के बाद लूका की सुवार्ता 12वें अध्याय में उल्लेख किया ഒരു है. കൃഷിക്കാരനോടുള്ള ബന്ധത്തിലാണ് അത് സൂചിപ്പിക്കുന്നത്. एक किसान के आधार में वहां लिखा है അവന്റെ വയൽ നന്നായി വിളഞ്ഞു, उसका खेत बराबर पक चुका है, കനത്ത വിളവ് അവനുണ്ടായി. एकदम अच्छा फसल उसके पास അവൻ है. അവനോട് തന്നെ പറയുകയാണ്, वो उसको खुद को कहता है പ്രതീക്ഷിക്കാവുന്നതിലും കനത്ത വിളവാണ് എനിക്ക്. जो उम्मीद नहीं किया उससे ज्यादा फसल उसको मिला ഏറിയ है. കാലത്തേക്കിനുള്ളത് ഈ വർഷം തന്നെ കിട്ടി. एकदम लंबे समय के लिए इसी साल में मिल गया है. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, लेकिन एक बात है, എന്റെ കളപ്പുരകളൊന്നും ഇതെല്ലാം കൂടെ ശേഖരിച്ചു വെക്കാൻ പര്യാപ്തമല്ല. मेरे खजाना जो है, मेरे गोडाउन इसको भर के रखने के लिए प्राप्ति नहीं है. അതുകൊണ്ട് അവൻ പറയുകയാണ്, इसलिए वो कहता है ഞാൻ എന്റെ കളപ്പുരകളെല്ലാം പൊളിച്ചു പണിയും. इसलिए मैं मेरे सारे गोडाउन वखारों को मैं बांधूंगा तोड़कर. ഏറിയ കാലത്തേക്ക് ഞാൻ അതെല്ലാം അതിനകത്ത് ശേഖരിച്ചു വെക്കും. लंबे समय के लिए सारे जो फसल उसके अंदर में इकट्ठा करके അവൻ പറയാണ്, ആശ്വസിക്കുക, वो कहते हैं मैं आश्वासन लेता हूँ, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. खाओ पीवो और आनंद बनाओ. പക്ഷെ അന്ന് ദൈവം ആ എപ്പിക്കൂര്യനോട് ഒരു ചോദ്യം ചോദിച്ചു. परमेश्वर उस एपिक्यूरियन से एक बात किया, മൂഢാ, ഈ രാത്രി നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, हे मूर्ख, आज रात को यदि प्राण को मांगा जाए നീ तो ഒരുക്കി വച്ചത് ആർക്കാകും? आपने जो तैयार करके रखा है किसके लिए होगा? അപ്പൊ അന്നത്തെ കാലത്തെ
പോയത്. उस समय जमाने के एपिक्यूरियन लोगों को इस सिखाते थे, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ചാകുമ്പം ചാകട്ടെ. खाओ पीवो आनंद करो ऐश करो, जब मरेगा तब मरेंगे देखा जाएगा. നമ്മുടെ ഗ്രാമീണ ഭാഷയെ പറഞ്ഞ മരണത്തിന് ശേഷം ഒന്നുമില്ല, അതുകൊണ്ട് കണ്ണടയ്ക്കുന്നതിന് മുമ്പ് അടിച്ചു പൊളിച്ച് ജീവിക്കുക. हमारे देशी भाषा में कहो तो मृत्यु के बाद कुछ नहीं है, जब तक जिंदा है कहो आंख बंद करके मजाक करो. ഒരു പരിധി വരെ ആ ഒരു സ്വാധീനം ഇന്ന് നമ്മുടെ സമൂഹത്തെ, നമ്മുടെ തലമുറകളെ എത്തിപ്പിടിച്ചിട്ടുണ്ട്. एक हद तक इस बात जो है हमारा पीढ़ी को स्वाधीन किया हुआ, उसके वश में लेके आया രണ്ടാമത്തെ है. കൂട്ടര് സ്റ്റോയിക്കരാണ്. दूसरा स्टोइक करके एक ग्रुप है. അവര് പറയുന്നത് മനുഷ്യന് മരണത്തിനപ്പുറത്ത് ഒരു ജീവിതം എന്ന് പറയുമ്പോ, वो कहते हैं मृत्यु के बाद मनुष्य एक जीवन जो कहेंगे तो മരണത്താൽ മനുഷ്യന്റെ ആത്മാവ് ദൈവത്തിൽ ലയിക്കുകയാണ്. मृत्यु के बाद मनुष्य का आत्मा परमेश्वर में वो मिल जाता है, लय हो जाता है. അതായത് സമുദ്രത്തിലേക്ക് വെള്ളം ഒഴിച്ചാൽ ആ സമുദ്രത്തിൽ വെള്ളം ഇഴുകിച്ചേരുന്നത് പോലെ जैसे समुद्र में पानी डाला जाए उस पानी समुद्र में मिल जाता है, वैसे മരണത്താൽ മനുഷ്യന്റെ ആത്മാവ് ദൈവത്തിൽ ലയിച്ചു മാറുകയാണ്. मृत्यु से पर मनुष्य का आत्मा परमेश्वर में मिलन हो जाता ഇതായിരുന്നു है. സ്റ്റോയിക്കര് ये പഠിപ്പിച്ചിരുന്നത്. स्टोइकल के लोग इस प्रकार सिखाते थे. മറ്റൊരു കൂട്ടർ ഉണ്ടായിരുന്നു. दूसरा एक झुंड है, അവർ യഹൂദ മതവിഭാഗത്തിലെ സാധുക്യരാണ്. यहूदा धर्म विभाग के साधु की लोग हैं. നമ്മൾ മത്തായി സുവിശേഷത്തിൽ അവരെ കുറിച്ച് വായിക്കുന്നുണ്ട്. मत्ती की सुसमाचार में उनके बारे में पढ़ते മത്തായി हैं. 22:23 मत्ती 22 का 23. പുനരുദ്ധാനമില്ല എന്ന് പറയുന്ന സാധുക്യരും അവന്റെ അടുക്കൽ വന്നു എന്ന് വായിക്കുന്നു. पुनरुत्थान नहीं है बोलने वाला साधु के लोग भी उनके पास आए. അപ്പൊ ആത്മാവില്ല, സ്വർഗമില്ല, നരകമില്ല, ദൂതന്മാരില്ല എന്നൊക്കെ പഠിപ്പിച്ചവരാണ് സാധുക്യർ. साधु के वैसे आत्मा नहीं, नर्क नहीं, दूत नहीं, कुछ भी नहीं करके सिखाने वाला है साधु की लोग. നിങ്ങൾ എല്ലാവരും ഈ ഭാഗം ഒന്ന് ചിന്തിച്ച് എന്റെ കൂടെ വരണം. आप सारे लोग इस भाग को मनन करते हमारे साथ रहना. എപ്പിക്കൂരിയൻ സ്റ്റോയിക്ക് ചിന്താഗതിയിൽ നിന്നും एपिक्यूरियन और स्टोइक के विचार धारणा से, യഹൂദ സാധുക്യ മതവിഭാഗത്തിൽ നിന്നും यहूदी का साधु की धर्म के लोग के विभाग में से കൃപയിലേക്ക് വന്ന ചില ദൈവമക്കൾ ഈ സഭയ്ക്കകത്തുണ്ടായിരുന്നു. कृपा के अंदर आए हुए कुछ लोग इस कलीसिया में है. പക്ഷെ കാലം മുന്നോട്ട് പോയപ്പോ जैसे समय आगे बीतता गया, പഴയ യുക്തിയൊക്കെ അവരുടെ അകത്ത് തിരിച്ചു വന്നു. पुराना युक्ति योजना सब उनके अंदर वापस आया. മനുഷ്യൻ മരിച്ച് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ്, मनुष्य मरने के बाद, सदियों के बाद, സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞ് 1000 साल के बाद എങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വരാനാ? फिर कैसे हम सजीवन होके അതൊക്കെ आएंगे? അസംഭവ്യമാണ്. ये तो असंभव बात അത് है. യുക്തിഭദ്രമല്ല. ये युक्ति के योजना में नहीं समा सकता है. പുറത്തുള്ളവരല്ല അങ്ങനെ പറയുന്നത്. बाहर के लोग ऐसा नहीं कहते അകത്ത് हैं. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നവർ തന്നെ അങ്ങനെ പറയാനും ചിന്തിക്കാനും जो തുടങ്ങി. अंदर के लोग जो बोलते उद्धार पाए, वैसे लोग भी ऐसी विचार धारणा में बात ഞാൻ करते നിങ്ങൾക്ക് हैं. അത് തെളിയിച്ചു തരാം. मैं आपको सबूत करके देता 1 हूँ. കൊരിന്ത്യർ ലേഖനം 15 12 पहला कोरिन्थी 15 का 12. 1 കൊരിന്ത്യർ 15:12. पहला कोरिन्थी 15 का 12. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? सो जबकि मसीह का यह प्रचार किया जाता है कि वह मरे हुओं में से जी उठा, तो तुम में से कितने क्यों कर कहते हैं कि मरे हुए का पुनरुत्थान है ही ക്രിസ്തു नहीं. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന ഈ അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് तो എങ്ങനെ? तुम में से कितने क्यों कर कहते हैं कि मरे हुओं का पुनरुत्थान है ही नहीं. അപ്പൊ പുറത്തുള്ളവരല്ല, वो बाहर के लोग नहीं, സഭയ്ക്കകത്തുള്ളവർ പറയുകയാണ്. कलीसिया के अंदर के लोग कहते അത് हैं. അസംഭവ്യമാണ്. वो असंभव അത് बात है. നടക്കുന്ന കാര്യമല്ല. ये होने वाला बात नहीं എത്ര है. യുക്തിപരമായി ചിന്തിച്ചിട്ടും ഞങ്ങൾക്കത് പിടികിട്ടുന്നില്ല. कितना युक्तिगत तौर पर विचार किया तो भी हमें पता नहीं लगता അങ്ങനെ है. യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും പുനരുദ്ധാനത്തെ വിശകലനം ചെയ്തിട്ട് वैसे युक्ति से, बुद्धि से पुनरुत्थान की विश्लेषण करने के बाद ഒന്നും പിടികിട്ടാതെ ആശയക്കുഴപ്പത്തിലായ कुछ भी पता नहीं चलता है, बात का पता ही नहीं चलता കൊരിന്ത്യ है. സഭയിലെ ദൈവമക്കളെ कोरिन्थ कलीसिया के परमेश्वर के लोगों, അവരുടെ ആശയക്കുഴപ്പത്തിൽ നിന്നും മടക്കിക്കൊണ്ടുവന്ന് उनका जो विचार धारणा की गड़बड़ से उसको दोबारा वापस लेके आने ക്രിസ്തീയ के लिए, പ്രത്യാശയിൽ അവരെ ഉറപ്പിക്കാനുള്ള मसीह की उस आशा में उनको दृढ़ करने के लिए പൗലോസ്ലീഹായുടെ അശ്രാന്ത പരിശ്രമമാണ്. प्रेरित पौलुस का कठिन परिश्रम को हम यहाँ 1 पर കൊരിന്ത്യർ देखते हैं. ലേഖനം 15
അധ്യായത്തിലൂടെ അദ്ദേഹം നടത്തുന്നത്. पहला कोरिन्थ का जो 15वें अध्याय से वो प्रयत्न करते എന്നോട് हैं. ചേർന്ന് ആമേൻ പറയാൻ മനസ്സുള്ള हमारे എത്ര साथ आमीन ദൈവമക്കളുണ്ട്? कितने लोग कर सकते हैं? പോരാ, കരവും ശബ്ദവും नहीं ഉയർത്തി चलेगा, നന്ദിയോടെ उठाकर हाथ ദൈവത്തിന് उठाकर സ്തോത്രം ചെയ്യാം. धन्यवाद के साथ परमेश्वर की അതുകൊണ്ട് ഇന്ന് स्तुति രാത്രി करें. നാം ശാന്തമായി പൗലോസ് പറയുന്ന കാര്യങ്ങളൊന്ന് വിശകലനം आज ചെയ്യുകയാണ്. रात को शांत वातावरण में पौलुस जो बात करते हैं उसका हम विश्लेषण करते हैं. പൗലോസ് പറയുകയാണ്, മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? पौलुस कहता है कि मरने के बाद पुनरुत्थान नहीं है, आप कैसे बोल सकते हो? 12ാമത്തെ വാക്യം സൂക്ഷ്മമായി നിങ്ങളൊന്ന് വിശകലനം ചെയ്തേ. 12वीं अध्याय ध्यान से आप देखो. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് मसीह जी उठा है करके प्रचार करते थे उसी अवस्था में മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? मरों का लोगों का पुनरुत्थान है, उसमें कुछ लोग जो बोलते हो कैसे बोलते हो? ആശ്ചര്യ പരതന്ത്രനായിട്ടാണ് പൗലോസ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും ഇതിനപ്പുറത്തൊരു ജീവിതമില്ലെന്ന്? आश्चर्यचकित हो के पौलुस पूछते हैं, आप कैसे बोल पाते हो कि इसके बाद कोई जीवन नहीं है? അപ്പം ഇതിനപ്പുറത്തൊരു ജീവിതമില്ലാതിരിക്കണമെങ്കിൽ इसके बाहर कोई जीवन नहीं होना है तो മരണം കൊണ്ടെല്ലാം അവസാനിക്കണമെങ്കിൽ मृत्यु में सब कुछ का समाप्ति होना है तो യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കാതിരിക്കണം. यीशु मसीह का सजीवन नहीं होना चाहिए. ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആണിക്കല്ലാണ് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. मसीह विश्वास का ठोस सबूत है, कम है कि मसीह का जी उठना. അപ്പൊ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റോ? यीशु मसीह क्या जी उठे हैं? യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് സത്യമാണെങ്കിൽ മരിച്ചവരുടെ ഉയർപ്പും മരണാനന്തര ജീവിതവും ഈ यीशु യാഥാർത്ഥ്യമാകുകയാണ്. मसीह जी उठाए और यदि सच है तो मृत्यु पाने के बाद पुनरुत्थान और सही होना അതുകൊണ്ട് चाहिए. യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് മനോഹരമായി പൗലോസ് അവതരിപ്പിക്കുകയാണ്. इसलिए यीशु मसीह का जी उठना एकदम खूबसूरत तौर पर प्रेरित पौलुस ने उल्लेख किया പൗലോസ് है. ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം, യേശു ഉയർത്തെഴുന്നേറ്റോ? അത് സത്യമാണോ? जो है प्रेरित पौलुस पूछते यीशु मसीह जी उठा है वो सच है. 1, 2, 3, 4 പൗലോസ് പറയുന്ന വാദങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. पहला दूसरा तीसरा चौथा बात प्रेरित पौलुस जो बात करते हैं हम देखेंगे. ഒന്നാമത് പൗലോസ് കൊണ്ടുവരുന്ന തെളിവ്, जो पहला सबूत प्रेरित पौलुस लेके आते हैं, നിങ്ങൾ കേട്ട സുവിശേഷം നിങ്ങൾ ഓർത്തു നോക്കിക്കേ. आपने जो सुसमाचार सुना है उसको आप याद करें. അതിന്റെ 1, 2 വാക്യങ്ങളാണ്. 1 2 पहला और दूसरा ഞാൻ തന്നെ അങ്ങ് പറഞ്ഞു വിടാം. मैं खुद कहता എന്നാൽ हूँ. സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്നു വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാ. हे भाइयों, मैं तुम्हें सुसमाचार बताता हूँ कि पहले सुन चुका है कि जिस तुमने अंगीकार भी किया था और जिसमें तुम स्थिर भी हो. പൗലോസ് അവരോട് പറയുകയാണ്, पौलुस उनसे कहता है, നിങ്ങൾ കേട്ട സുവിശേഷം നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ. आपने सुना हुआ सुसमाचार को आप याद करके देखो. എന്ത് കേട്ടിട്ടാ നിങ്ങൾ വിശ്വസിച്ചത്? आपने क्या सुन के विश्वास किया था? ഏത് സുവിശേഷത്തിലാ നിങ്ങൾ വിശ്വസിക്കുന്നത്? आप कौन से सुसमाचार में विश्वास करते हो? എന്തിലാ നിങ്ങൾ നിലനിൽക്കുന്നത്? कौन सी बात में आप स्थिर रहते हो? ഒന്നുകൂടെ പറഞ്ഞാൽ നിങ്ങളുടെ അടിത്തറ ഏതിലാ? आपका नेव किस बात में है? എന്താ നിങ്ങൾ കേട്ട സുവിശേഷം? आपने सुना हुआ सुसमाचार क्या है? 2 തിമോത്തിയോസ് 2:8. दूसरा तिमोथी 2 का 8. അറിയാവുന്നവർ എന്നോട് ചേർന്ന് ഒരുമിച്ചൊന്ന് പറയേണ്ടതാ. അത് जो जानते हैं हमारे साथ एक साथ में बोले. ദാവീദിന്റെ സന്തതിയായി दाऊद का संतान की तौर पर ജനിച്ച് जन्म लेकर മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന मरने के बाद सजीवन हुआ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. यीशु मसीह को अब याद कीजिए. അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. यही है हमारा सुवार्ता. സന്തോഷത്തോടെ എത്ര പേർക്ക് ആദരം തുറന്ന് खुशी ദൈവത്തിന് के साथ സ്തോത്രം कितने ചെയ്യാൻ लोग मुंह കഴിയും? खोलकर परमेश्वर को धन्यवाद कर എന്താ पाएंगे? ഞങ്ങൾ പറഞ്ഞ സുവിശേഷം? हमने कहा हुआ सुसमाचार क्या എന്താ है? നിങ്ങൾ കേട്ട സുവിശേഷം? आपने सुना हुआ सुसमाचार क्या എന്താ है? നിങ്ങൾ വിശ്വസിച്ച സുവിശേഷം? आपने विश्वास किया हुआ सुसमाचार ഏത് क्या है? സുവിശേഷത്തിലാ നിങ്ങളുടെ അടിത്തറ? कौन से सुसमाचार में आपका नेव है? അടിത്തറ ഇതാണ്. उस नेव में ദാവീദിന്റെ സന്തതിയായി കർത്താവ് ജനിച്ചു. दाऊद का संतान होकर परमेश्वर का जन्म യേശു हुआ है. അടക്കപ്പെട്ടു. यीशु मसीह को दफनाया യേശു गया. ഉയർത്തെഴുന്നേറ്റു. यीशु मसीह सजीवन हुआ है. യേശു ഉയർത്തെഴുന്നേറ്റു എന്നതിന്റെ यीशु जी उठा करके ഒന്നാമത്തെ തെളിവ്, सबसे पहला सबूत, നിങ്ങൾ കേട്ട സുവിശേഷം. आपने सुना हुआ सुसमाचार है. विश्वसिച്ച आपने सुविशेष. विश्वास किया सुसमाचार നിങ്ങൾ है. നിൽക്കുന്ന आप जो സുവിശേഷം. सुसमाचार खड़े हैं उसमें അല്ല. है.
नहीं, അല്പം കൂടെ കടന്നു പറഞ്ഞാൽ और आगे बढ़ के बढ़ेंगे നിങ്ങൾ तो എങ്ങനെ രക്ഷിക്കപ്പെട്ടെ? आप उद्धार कैसे पाए हो? ഒരു നല്ല ആമേൻ എന്ന് एक പറ. अच्छा आमीन बोलिए. നിങ്ങൾ എങ്ങനെ രക്ഷിക്കപ്പെട്ടെ? आप कैसे उद्धार पाए हो? രക്ഷിക്കപ്പെട്ടപ്പോ നിങ്ങൾ എങ്ങനെയാ പറഞ്ഞത്? उद्धार पाए तो आपने कैसे बोला था? റോമാലേഖനം 10:9. रोमी के पति 10:9. ഒന്ന് സ്വോത്രം പറയുന്നു. വായിക്കേണ്ടതേ, ബൈബിള് തിരിക്കേണ്ടതേ. पढ़ो पढ़ो मत, यहाँ सुनिए आप. നിങ്ങൾ എന്റെ മുഖത്ത് നോക്കിയാ മതി. आप केवल हमारे चेहरे देखो. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോ പറഞ്ഞത് हम उद्धार पाए तब बोले थे യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറയുകയും यीशु मसीह को प्रभु करके हमारा मुंह से कबूल किया था. ദൈവം അദ്ദേഹത്തെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ मन प्रभु ने उनको मनुष्य के बीच में सजीवन किया है करके हम दिल से विश्वास करें तो നീ രക്ഷിക്കപ്പെടും. आप उद्धार पाओगे. ഒരു നല്ല ആമേൻ എന്ന് പറഞ്ഞു. अच्छा आमीन. എന്ത് പറഞ്ഞപ്പോഴാ അവർ രക്ഷിക്കപ്പെട്ടെ? क्या बोले तब उद्धार पाए थे? യേശു കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറയുക यीशु മാത്രമല്ല, प्रभु है करके मुंह से कबूल किया. उतना യേശു नहीं. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയപൂർവ്വം വിശ്വസിച്ചപ്പോഴാണ് ഒരാൾ രക്ഷിക്കപ്പെടുന്നത്. അപ്പോഴാണ് രക്ഷ സംഭവിക്കുന്നത്. यीशु मसीह जी उठाएगा दिल की गहराई से विश्वास किया था, वो एक व्यक्ति उद्धार पाता എത്ര പേർക്ക് എന്നോട് है. ചേർന്ന് ആമേൻ പറയാൻ कितने കഴിയും? लोग मेरे साथ आमीन कहे? ഒരാഴ്ച നീണ്ടു നടക്കുന്ന ക്രൂസേഡുകളൊക്കെ ഉണ്ട്. एक हफ्ता लंबा चलने वाला क्रूसेड और सम्मेलन होता പക്ഷേ है, യേശുവിനെ കുറിച്ചോ രക്ഷയെ കുറിച്ചോ ഒരു വാക്കും ഉണ്ട്. लेकिन यीशु मसीह के बारे में, उद्धार के बारे में एक शब्द भी नहीं बोलते हैं. സുവിശേഷ യോഗം सुवार्तिक सम्मेलन യേശുവിനെ കുറിച്ച് പറയാനുള്ളതാണ്. यीशु मसीह के बारे में बताने के लिए യേശു है. എന്നൊരു വാക്കു പറയാതെ, നിത്യത പറയാതെ, മനുഷ്യൻ മണ്ണിൽ കണ്ണടയ്ക്കുന്നതിന് മുമ്പ് അവൻ അറിയേണ്ട ഗൗരവമായ സന്ദേശം സമൂഹത്തോട് പറയാതെ അവരെ വഞ്ചിക്കുന്ന സകലരും ദൈവിക നീതിന്യായ കോടതിയുടെ മുമ്പിൽ സമാധാനം ബോധിപ്പിക്കേണ്ടുന്ന ഒരു ദിവസം വരും എന്ന് തിരിച്ചറിഞ്ഞ് ദൈവം ഗൗരവമായി കാണുന്നതിനെ ഗൗരവമായി കാണാൻ ഇന്ന് രാത്രി ഞങ്ങൾക്ക് കൃപ തരണമെന്ന് ആത്മാർത്ഥമായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എത്ര അഭിഷക്തന്മാർ, എത്ര ദൈവമക്കൾ ഈ രാത്രി ഇതിനകത്ത് വന്നിരിപ്പുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. मनुष्य का आयु खत्म होने के पहले उसको सच्चा सुसमाचार यीशु प्रभु प्रभु है, उद्धार पाओ, जब तक हम नहीं कहेंगे, उस गंभीरता से नहीं लेंगे, और प्रभु हमसे लेखा जोखा उसका हिसाब पूछने वाला परमेश्वर है. അപ്പൊ ഒന്ന്, യേശു ഉയർത്തെഴുന്നേറ്റു എന്നതിന്റെ തെളിവ്, पहला सबूत यीशु मसीह जी उठे हैं ഞങ്ങൾ करके. പറഞ്ഞതും നിങ്ങൾ കേട്ടതും നിങ്ങൾ വിശ്വസിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതുമായ സുവിശേഷമാണ്. हमने बोला, आपने सुना, आपने ठीके है, आपने मन विश्वास किया, वो सुसमाचार है. രണ്ടാമത്തേത്, दूसरी बात, തിരുവെഴുത്തുകളാണ് യേശുവിന്റെ ഉയർപ്പിന്റെ തെളിവ്. जो प्रभु के वचनों में यीशु मसीह का जी उठने का सबूत അതിന്റെ है. 3-4 വാക്യങ്ങൾ. 2 और 3 और 4 पद में, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി जो मसीह हमारे पापों के लिए തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, जो शास्त्रों के हिसाब से वो मरे, തിരുവെഴുത്തുകളിൻ പ്രകാരം അടക്കപ്പെട്ടു, शास्त्र के वचन के अनुसार उनका दफन भी हुआ, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ और ഉയർത്തെഴുന്നേറ്റു. वचन में लिखा है उसी प्रकार तीसरा दिन वो जी എത്ര उठे പേർക്ക് ഹൃദയം हैं. തുറന്ന് അധരം തുറന്ന് कितने ദൈവത്തിന് लोग दिल സ്തോത്രം खोलकर ചെയ്യാൻ मुंह കഴിയും? खोलकर परमेश्वर को धन्यवाद अब करेंगे. ഒന്ന്, पहला, യേശു ക്രിസ്തുവിന്റെ മരണം यीशु मसीह का मृत्यु തിരുവെഴുത്തുകളിൻ പ്രകാരമായിരുന്നു. जैसे शास्त्रों में लिखा है उसी हिसाब से ഇന്ന് है. രാത്രി എന്റെ ഹൃദയം പിടച്ചു വികസിക്കുകയാണ്. आज रात को मेरा दिल तड़पता है उसके लिए. ദൈവം തന്റെ മുൻനിർണയത്താലും परमेश्वर उनका पहले से नियुक्त किया था उसी हिसाब से. ദൈവിക പദ്ധതിയാലും परमेश्वर का योजना के हिसाब से ഒരുക്കിയതാണ് ക്രൂശു മരണം. वो तैयार किया था क्रूस का मृत्यु. ഒരുക്കിയതാണ് യേശുവിന്റെ तैयार മരണം. किया हुआ यीशु मसीह का അത് मृत्यु. യാദൃച്ഛികമായി സംഭവിച്ചതല്ല. वो एक कोइंसिडेंस के അത് अचानक नहीं हुआ accident है. അല്ല. वो अचानक नहीं हुआ കൊരിന്ത്യ है. ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, कोरिन्थ की पत्री में प्रेरित पौलुस कहता ദൈവം है, ലോക സൃഷ്ടിക്കും മുൻപേ परमेश्वर दुनिया का सृष्टि का നമ്മുടെ पहले തേജസ്സിനായി മുന്നൊരുക്കിയതും हमारा महिमा के लिए पहले से तैयार किया, മറഞ്ഞിരുന്നതുമായ छुपा हुआ बात, ദൈവത്തിന്റെ മർമ്മമത്രേ वो परमेश्वर का गुप्त ഞങ്ങൾ रहस्य है. നിങ്ങളോട് हम സുവിശേഷിക്കുന്നത്. आपके साथ सुवार्ता करते हैं. എത്രപേർക്ക് ആദരം തുറന്ന് എന്നോട് ചേർന്ന് ആമേൻ मुंह പറയാൻ खोलते हुए കഴിയും? हाथ उठाकर प्रभु को ദൈവം धन्यवाद ലോക करें. സൃഷ്ടിക്കും മുമ്പേ परमेश्वर दुनिया की उत्पत्ति के पहले മുൻനിയമിച്ചതോ पहले से नियुक्त किया है. പൂർവ്വപിതാക്കന്മാർക്കും മാതാക്കൾക്കും മറഞ്ഞിരുന്നു. पिता माताओं को ये रहस्य था. കൃപയാൽ നമുക്ക് വെളിപ്പെട്ടതുമായ ദൈവിക മർമ്മമാണ് കർത്താവായ യേശുവും തന്റെ ക്രൂശും മരണവും എന്ന് വിശ്വസിക്കാൻ, അത് പറയാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. कृपा से हमें जो
എത്ര പേർക്ക് സന്തോഷത്തോടെ कितने लोग खुशी के साथ धन्यवाद करेंगे? കരവ് ശബ്ദം ഉയർത്തി ഒരിക്കൽ കൂടെ നല്ല ആമേൻ और एक बार हाथ उठा के धन्यवाद അപ്പൊ करेंगे। യേശു ക്രിസ്തുവിന്റെ മരണം यीशु मसीह का मृत्यु തിരുവഴുത്തിൽ പറഞ്ഞതുപോലെ प्रभु के वचन में बोले हैं वैसे हैं। യേശു ക്രിസ്തു എങ്ങനെ മരിക്കുമെന്ന് यीशु मसीह कैसे मरेंगे? യേശു മരിക്കുന്നതിന് यीशु मरने के നൂറുകണക്കിന് വർഷങ്ങൾക്ക് പിറകിൽ 100 सालों के पीछे തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. प्रभु के वचन में उल्लेख किया ഒരു है। ഉദാഹരണം നിങ്ങളുടെ മനസ്സിലേക്ക് और കൊണ്ടുവരിക. एक उदाहरण आपके लिए मैं लेके आता हूँ। 22-ാം സങ്കീർത്തനം भजन संगीता 22 അതിന്റെ 16-17 വാക്യങ്ങൾ. 16-17 നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു. അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു, എൻ്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണാം. അവർ എന്നെ ഉറ്റുനോക്കുന്നു. क्योंकि कुत्तों ने मुझे घेर लिया है, कुकर्मी की मंडली मेरी चारों ओर मुझ पर घेरा हुआ है। वह मेरे हाथों और मेरे पैर छेदते हैं। അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു, वो मेरे हाथों और पैरों को ठोका എൻ്റെ किया। അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണ. मेरे हस्तिपिंजर सब कुछ मैं गिन सकता हूँ। 22-ാം സങ്കീർത്തനം ദാവീദാണ് എഴുതിയത്. 22वां भजन संगीता दाऊद ने लिखा है। അദ്ദേഹം ഈ ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായിരുന്നു. वो इजराइल का दूसरा राजा था। അനുഗ്രഹീത ഗാന രചയിതാവായിരുന്നു. आशीष में गीतों का रचनाकार था। മാത്രമല്ല നല്ലൊരു ഗാന രചയിതാവ് മാത്രമല്ല, അനുഗ്രഹീതനായ ഒരു ഗായകനും കൂടായിരുന്നു. गीत का रचनाकार उतना नहीं, अच्छा एक गायक भी था। ആ ദാവീദ് उसी दाऊद ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ जब जीवित थे उस समय में അദ്ദേഹത്തിന്റെ കൈകാലുകൾ തുളയ്ക്കപ്പെട്ട് മരിച്ചതായോ, उसका जो हाथ में किलट होके मरा തന്റെ हुआ അസ്ഥികൾ करके ബന്ധം വിടത്തക്ക നിലയിലുള്ള പ്രതിസന്ധിയിൽ അകപ്പെട്ടതായോ പഴയ നിയമത്തിൽ കാണുന്നില്ല. वो जो है उसका जो प्रतिकूल परिस्थिति में फंसा है करके पुराना नियम में ഒന്ന് हम नहीं देखते രാജാക്കന്മാരുടെ हैं। പുസ്തകം 1-2 അധ്യായങ്ങൾ. पहला राजा का पहला और दूसरा अध्याय, അവിടെയാണ് ദാവീദിന്റെ വാർദ്ധക്യവും തന്റെ മരണവും वहां पे രേഖപ്പെടുത്തിയിട്ടുള്ളത്. दाऊद का बुढ़ापा और उसका मृत्यु के बारे में उल्लेख किया അപ്പൊ है। കൈകാലുകളിൽ ആണിയടിക്കപ്പെട്ട് അസ്ഥികളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടൊന്നുമല്ല ദാവീദ് മരിച്ചത്. दाऊद को ये हाथ पांव किला टोकर हस्तपिंजर अलग होकर नहीं मरा है। അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ആശയം ദാവീദിനെ കുറിച്ചല്ല അത് പറയുന്നത്. कहने का मतलब दाऊद खुद दाऊद के बारे में नहीं लिखा है। നമ്മൾ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം प्रेरितों के पुस्तक അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ വായിക്കുന്നത് प्रेरितों के पुस्तक दूसरी अध्याय में हम पढ़ते അതിന് हैं 2:30 2:30 അവിടെ പരിശുദ്ധാത്മാവ് പറയുന്നത് वहां पर पवित्र आत्मा कहती है ദാവീദ് ഒരു പ്രവാചകനാകയാലെന്നാണ്. दाऊद एक भविष्यवक्ता है। ഇനി എല്ലാവരും എന്റെ മുഖത്തോട്ട് നോക്കി. यहाँ पर देखे അദ്ദേഹം ഒരു രാജാവ് മാത്രമല്ല, केवल और राजा अकेला ഗാന नहीं, രചയിതാവ് മാത്രമല്ല, गीत का रचनाकार नहीं, അനുഗ്രഹീതനായ ഒരു ഗായകൻ മാത്രമല്ല, आशीषमय गीतकार नहीं, അദ്ദേഹം അനുഗ്രഹീതനായ ഒരു പ്രവാചകനും കൂടിയായിരുന്നു. वे आशीषमय एक भविष्यवक्ता भी है। അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശും മരണത്തിനു മുമ്പ് इस ऐसा है तो यीशु मसीह का क्रूस में मरने के 1000 पहले വർഷങ്ങൾക്ക് പിറകിൽ 1000 साल के पीछे പ്രവാചകനായ ദാവീദ് പറയുന്നു, भविष्यवक्ता दाऊद कहता है യേശു ക്രിസ്തുവിന് കിട്ടാൻ പോകുന്ന മരണം ക്രൂശു മരണമാണ്. यीशु मसीह को मिलने वाला मृत्यु है, क्रूस पर दस्तम में चढ़ा हुआ मृत्यु है। കൈകാലുകളിൽ ആണിയടിച്ചുള്ള ക്രൂശു മരണത്തെ ദാവീദ് പ്രവചിക്കുമ്പോൾ हाथ और पैरों में कीले ठोके हुए क्रूस का मृत्यु को दाऊद जब भविष्यवाणी करते हैं, സഹോദരങ്ങളെ, അങ്ങനൊരു മരണമെന്ന് ചരിത്രത്തിൽ നിലവിലില്ല. हे भाइयों, इस प्रकार का मृत्यु उस समय के इतिहास में ही नहीं അങ്ങനൊരു है। മരണത്തെ കുറിച്ച് കേട്ടുകേൾവി പോലുമില്ല. इस प्रकार का मृत्यु के बारे में कभी सुना हुआ भी नहीं ദാവീദ് है। പ്രവചിച്ചതിന് 400 വർഷങ്ങൾക്ക് ശേഷം दाऊद ने भविष्यवाणी किया उसके 400 साल के बाद, BC 600 ഒക്കെ ആയപ്പോഴാണ് BC 600 हुआ तभी ലോകത്തിൽ ചെറിയ ചെറിയ ക്രൂശ് മരണം ആരംഭിച്ചത്. दुनिया में छोटे छोटे किस्म के क्रूस का അത് मृत्यु का शुरू हुआ। ഫൊയ്നീക്യരുടെ ഇടയിലാണ് ये ആരംഭിച്ചത്. कोई के लोग के बीच में हुआ। ഫൊയ്നീക്യരിൽ നിന്ന് ആണ് റോമാക്കാർ അത് കടമെടുത്തത്. इस प्रकार के लोगों से रोमी लोग ने उधार लिया। പിന്നീട് ഞാനത് വിശദീകരിക്കാം. बाद में भी विस्तार അങ്ങനെ करूंगा। റോമിൽ കുറ്റവാളികൾക്കുള്ള ക്രിമിനലുകൾക്കുള്ള ഒരു കഠിന ശിക്ഷാവിധിയായി സാർവത്രികമായി ക്രൂശ് മരണം മാറി. इसलिए रोम में जो है सर्व
गुनहगार कर है उनको क्रूस का मृत्यु के बारे में ऐसा हो गया है। ഒന്നാം ലോക സാമ്രാജ്യമായ पहला दुनिया का इस साम्राज्य ബാബിലോണിയ സാമ്രാജ്യത്തായിരുന്നു യേശു ജനിച്ചിരുന്നതെങ്കിൽ बेबीलोन का साम्राज्य, बाबुल का साम्राज्य में यीशु का जन्म हुआ ആ होता तो, കാലഘട്ടത്തിലായിരുന്നു യേശു ജനിച്ചതെങ്കിൽ उस समय में जमाने में यीशु का जन्म हुआ होता യേശുവിന് तो കിട്ടാൻ സാധ്യതയുള്ള ശിക്ഷ यीशु मसीह को जो हो सकते संभावना वाला दंड തീയിൽ വലിച്ചെറിയുകയാണ്. आग में उनको डाल देते। ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെ തീയിൽ വലിച്ചെറിയുകയായിരുന്നു. चंद्रक मेशेक और अबेदनेगो को आग की भट्टी में डाल दिया। യഹൂദന്മാർക്ക് അധികാരമുണ്ടായിരുന്ന यहूदी കാലഘട്ടത്തിലാണ് लोगों को अधिकार था उस समय में। യേശു ജനിച്ചിരുന്നതെങ്കിൽ यीशु यदि उनका जन्म वहां हुआ യേശുവിന് था കിട്ടാൻ പോകുന്ന ശിക്ഷ तो यीशु मसीह को कौन सा दंड मिलता? കല്ലേറേറ്റുള്ള മരണമായിരുന്നു. उनको पत्थर मार के मार देते। എന്നാൽ യേശു കർത്താവ് ക്രൂശിക്കപ്പെടുന്ന സമയമായപ്പോൾ लेकिन यीशु मसीह का क्रूस में चढ़ने का ഒരു समय आया। കുറ്റവാളിയെ മരണത്തിന് ഏൽപ്പിക്കാനുള്ള അധികാരം റോമ ഗവൺമെന്റ് യഹൂദ ആ മതകോടതിയിൽ നിന്ന് എടുത്തു മാറ്റിയിരുന്നു. जो उसको रोमी सरकार यहूदी धर्म से उसको कोर्ट में सौंपने का बात ले लिया था। അതുകൊണ്ട് ആഗ്രഹമുണ്ടായിരുന്നിട്ടും യഹൂദ മതകോടതി വിസ്തരിച്ചിട്ട് കൊല്ലാനുള്ള അധികാരം ഞങ്ങൾക്കില്ലാത്തത് കൊണ്ട് അങ്ങയുടെ അടുക്കൽ കൊണ്ടുവരുന്നു എന്ന് പീലാത്തോസിനോട് പറഞ്ഞു. इसलिए जो मार डालने का अधिकार उनको नहीं, इसलिए आप न्याय विधि करो, उसके बाद हम करेंगे करके पिलातोस से कहा। അപ്പൊ ആ സമയത്ത് അധികാരം മാറ്റിയില്ലായിരുന്നെങ്കിൽ उस समय में यदि अधिकार को हटाया नहीं होता तो യേശുവിന് കല്ലേറേറ്റുള്ള മരണമാ കിട്ടുക. यीशु मसीह को पत्थर मारने का പക്ഷെ मृत्यु हो ക്രൂശ് जाता। മരണമാ തമ്പുരാൻ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത്. लेकिन प्रभु के वचन में शास्त्र में परमेश्वर ने क्रूस का मृत्यु लिखा അത് है। സംഭവിക്കേണ്ട സമയമായപ്പോൾ वो जब होने का समय आ गया, സമയത്ത് അവരുടെ അധികാരം തമ്പുരാൻ എടുത്തു മാറ്റി. उस समय में उनका अधिकार परमेश्वर ने उनसे ഇന്ന് उठा രാത്രി ഞാൻ लिया। സ്തോത്രം ചെയ്തൊരു കാര്യം आज रात പറയാം. को धन्यवाद के साथ बताता ദൈവം हूं, എല്ലാം തന്റെ സമയത്ത് നന്നായി ചെയ്യാൻ വിശ്വസ്തനാണ്. परमेश्वर सारी बात उनकी समय में ठीक ठाक करने के लिए विश्वासियों का परमेश्वर ഉറപ്പുള്ള ദൈവമക്കൾ है। കരമുയർത്തി സ്തോത്രം ചെയ്തു ऊंची പറ. आवाज से परमेश्वर को धन्यवाद എന്റെ ദൈവം करें। എല്ലാം സമയത്ത് നന്നായി ചെയ്യാൻ मेरा- വിശ്വസ്തനായ ദൈവമാണ്. मेरा परमेश्वर सबको ठीक ठाक समय में करने के लिए विश्वास योग्य परमेश्वर है। രണ്ടാം ലോക സാമ്രാജ്യമായ दूसरा विश्व दुनिया का साम्राज्य മേദ്യൻ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ കാലത്തായിരുന്നു मेदियन पर्शियन का साम्राज्य में होता യേശു तो ജനിച്ചിരുന്നതെങ്കിൽ യേശു ജീവിച്ചിരുന്നതെങ്കിൽ मेदियन पर्शियन साम्राज्य में यीशु का जन्म नहीं യേശു होता കർത്താവിന് तो കിട്ടാൻ പോകുന്ന ശിക്ഷ यीशु मसीह को मिलने वाला दंड വന്യമൃഗങ്ങളുടെ മുമ്പിലേക്ക് എറിയപ്പെടുക എന്നുള്ളതാണ്. जंगली जानवरों के बीच में उनको उठा के फेंक दिया जाता। അതുകൊണ്ടാണ് ദാനിയേലിനെ ആ സാമ്രാജ്യത്തിന്റെ കാലത്ത് വന്യമൃഗങ്ങളുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുത്തത്. इसलिए दानिയേल को उस जमाने की साम्राज्य ने जो सिंह के गुफा में डाल दिया था। ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ കാലത്തായിരുന്നു യേശു ജനിച്ചിരുന്നതെങ്കിൽ यदि यूनानी या ग्रीक साम्राज्य के उस समय में यीशु का जन्म होता तो കർത്താവിന് കിട്ടാൻ പോകുന്ന ശിക്ഷ उनको मिलने वाला दंड ശിരച്ഛേദമായിരുന്നു. उनका सर छेद था। റോമക്കാരുടെ കാലത്തും അതാണ് ഉണ്ടായിരുന്നത്. रोमी लोगों के समय में भी यही बात था। എന്നാൽ ഫോയിനീക്കരുടെ ഇടയിൽ നിന്ന് लेकिन फोइनिके लोगों के बीच റോമൻ में से സാമ്രാജ്യത്തിൽ അതൊരു സാർവത്രിക നിയമപരമായ ശിക്ഷാ ക്രമീകരണമായപ്പോൾ रोमी सरकार के बीच में वो सार्वत्रिक एक പൗലോസിന്റെ दंड का क्रिया हो ഭാഷയിൽ गया था। പറഞ്ഞാൽ फिर पौलुस की भाषा में കാല बोले तो സമ്പൂർണത വന്നപ്പോ समय का संपूर्णता जब आया, എന്റെ പുത്രൻ എങ്ങനെ മരിക്കപ്പെടണമെന്ന് उनका पुत्र कैसे मरना है ലോക करके സൃഷ്ടിക്ക് മുമ്പ് दुनिया के उत्पत्ति के സ്വർഗം पहले എങ്ങനെ പദ്ധതി തയ്യാറാക്കിയോ स्वर्ग ने कैसे योजना बनाया था, അത് മണ്ണിൽ ഒരുങ്ങപ്പെട്ടു വന്നപ്പോ उस समय में तैयारी के എല്ലാവരും समय हो സ്തോത്രം गया। ചെയ്തു सारे പറ. लोग धन्यवाद के കാല साथ बोले। സമ്പൂർണത വന്നപ്പോ समय का संपूर्णता आया ദൈവം कभी തന്റെ പുത്രനെ परमेश्वर ने സ്ത്രീയുടെ उनका पुत्र സന്തതിയായി को स्त्री का संतान को മണ്ണിൽ അയച്ചോ. वो धरती में ഓ भेजा। ഈ നല്ല ദൈവത്തിന് ആധാരം തുറന്നു इस സ്തോത്രം सच्चे ചെയ്തുകൂടെ. परमेश्वर को धन्यवाद ഒരു करते കരവും रहेंगे। ശബ്ദവും ഉയർത്തി സന്തോഷത്തോടെ ഈ രാത്രി ദൈവത്തിന് നന്ദി പറയാം. इस संदेश के साथ परमेश्वर को हम धन्यवाद എന്റെ करें। പ്രിയരെ നിങ്ങൾ എന്റെ കൂടെ हे प्रियो, आप लोग मेरे साथ में ആ ക്രൂശ് മരണത്തിലേക്ക് ഒന്ന് इस വരണം. क्रूस की मूर्ति की ओर आएंगे। പീലാത്തോസിന്റെ കളിത്തളത്തിലേക്ക് നിങ്ങളൊന്ന് വരണം. पिलातोस की उस न्याय विधि के सामने आए। അന്ന് എങ്ങനെയാ उस समय कैसे അന്ന് എങ്ങനെയാണ് उस समय कैसे അന്ന് എങ്ങനെയാണ് उस समय कैसे ഈ കുറ്റവാളികൾക്ക് ക്രൂശും മരണം വിധിക്കപ്പെട്ടവർക്കുണ്ടായിരുന്ന ശിക്ഷയെന്ന് ഞാൻ പറയാം. ये गुनहगारों को क्रूस मरण का दंड कैसे मिला, അല്പം കൂടെ കഴിയുമ്പോൾ ഞാൻ അതിനെ ഗൗരവമായിട്ട് ഒന്നുകൂടെ വിശദീകരിക്കും. उसके बाद थोड़ा गंभीरता से मैं आपको बताऊंगा। 2-3 അടി പൊക്കമുള്ള 2 തൂണുകൾ, 2 से 3 फुट ऊंचा वाला थोड़े छोटे छोटे खंबे, ആ തൂണുകളുടെ തൂണുകളിൽ 2 ഇരുമ്പ് വളയങ്ങൾ ഘടിപ്പിച്ചു. वो उस जो खंबा बनाकर पिलर बनाकर 2
लोहे का जो सलिए लगाते हैं, ക്രൂശിക്കപ്പെടാൻ വിധിക്കപ്പെട്ട കുറ്റവാളിയെ जो क्रूस में चढ़ाने के लिए न्याय किया हुआ ഈ गुनहगार, രണ്ട് തൂണുകൾക്കിടയിൽ നിർത്തുന്നു. ये दो पिलर या खंबे के बीच में खड़े करते, 2-3 अടി പൊക്കമേ ആ തൂണുകൾക്കുള്ളൂ. 2 से 3 फुट ऊंचाई में ഇദ്ദേഹത്തെ റാ പോലെ വളച്ചു നിർത്തിയിട്ട് उसको रा के समान झुक कर खड़ा करते രണ്ട് हैं. ആ ഇരുമ്പ് വളയങ്ങളിലായി കൈ ചേർത്തു ബന്ധിക്കും. दो जो साकल थे लोहे का, उसमें दोनों हाथ जोड़ कर लगाते थे. ഉണങ്ങിയ കുതിരയുടെ തോല് കൊണ്ടുള്ള ചാട്ടവാർ. जो घोड़े का सूखा हुआ, जो उस चमड़े का सोटा ആ बनाकर, ചാട്ടവാറിന്റെ അറ്റത്ത് അടിയുടെ ആക്കം കൂട്ടാൻ जो है उस मार का जोश को बढ़ाने के लिए उस सोटे के किनारों में ഈയ കൊളുത്തുകളോ എല്ലിൻ കഷണങ്ങളോ മനുഷ്യാസ്ഥികളോ ഘടിപ്പിക്കും. जो है लोहे का टुकड़ा या मनुष्य का, जानवर का हड्डी का टुकड़े वहां എന്റെ लटकाते പൊന്നു थे. കർത്താവിനെ ആ രണ്ട് ഇരുമ്പ് തൂണുകളുടെ നടുവിൽ കൊണ്ടുവന്നു. मेरे परमेश्वर को 2 खंभों के बीच में झुक कर രണ്ടോ खड़ा कर മൂന്നോ दिया. അടി പൊക്കം മാത്രമുള്ള 2 से 3 फुट ऊंचाई वाला, ആ ഇരുമ്പ് തൂണുകളുടെ വളയങ്ങളിൽ जो लोहे का उस खंबे के उस രക്ഷിതാവിന്റെ खंभे കൈ में ചേർത്ത് ബന്ധിക്കണമെങ്കിൽ उद्धारकर्ता का हाथ जोड़कर बांधना है तो നന്നായി വളഞ്ഞു നിന്നേ പറ്റൂ. उनको बराबर झुक के खड़ा होना പ്രത്യേക था. പരിശീലനം ലഭിച്ച പടയാളികളാണ് खास करके उनका तालीम मिला हुआ सेना ഇങ്ങനെയുള്ളവരെ അടിക്കുക. ऐसे लोगों को मारते हैं. പടയാളികൾ ഒരാൾ ചാട്ടവാരെടുത്ത് എന്റെ രക്ഷിതാവിന്റെ പുറത്തേക്ക് ആഞ്ഞെറിഞ്ഞു. वो सेना पर आकर वो छोटे लेकर मेरे उद्धारकर्ता को ഈ मारा. കൊളുത്തുകളോ എല്ലിൻ കഷണങ്ങളോ മനുഷ്യാസ്ഥികളോ ആ പച്ച മാംസത്തിലേക്ക് ആഴ്ന്നിറങ്ങി. लोहे के टुकड़े, हड्डी का टुकड़े जो है यीशु मसीह का शरीर के अंदर ऐसे ठोकने लगा. പടയാളി ആ ചാട്ടവാർ വലിച്ചു പറിച്ചു പൊക്കിയെടുക്കുകയായിരുന്നില്ല. जो है सेना उसको मारकर उसको धीरे से ऐसे खींचता नहीं था. എങ്ങനെയാണ് അടിച്ചതെന്ന് कैसे मारा है ആ करके, അടിക്കപ്പെടുന്നതിന് वो मारने के पहले 1000 വർഷങ്ങൾക്ക് പിറകിൽ 1000 साल के पीछे ദാവീദ് തന്നെ പ്രവചിച്ചിട്ടുണ്ട്. दाऊद खुद भविष्यवाणी किया है. 129 സങ്കീർത്തനം 3-ാമത്തെ വാക്യം भजन संगीत 120 का 3, അറിയാവുന്നവരൊന്ന് സ്വോത്രം ചെയ്ത് ഒരുമിച്ചെന്ന് പറഞ്ഞ് जो एक साथ मिलकर कहे, അവർ എന്റെ മുതുകിന്മേൽ ഉഴുതു. जो मेरे जो पीठ के ऊपर हल ഉഴുവുചാലുകളെ चलाया നീളത്തിൽ और लोहे കീറി. का मांस का जो बहना ഒന്നുകൂടെ लगा. സ്വോത്രം ചെയ്ത് പറഞ്ഞ് धन्यवाद करके അവർ कहे, എന്റെ മുതുകിന്മേൽ ഉഴുതു. वो मेरे पीठ के ऊपर हल चलाया. ഉഴുവുചാലുകളെ നീളത്തിൽ കീറി. ऐसे लंबे लंबे धारों से मेरे എന്റെ खून और मांस രക്ഷിതാവിന്റെ बहता था. പുറത്തുകൂടെ मेरा उद्धारकर्ता के पीठ के ऊपर ചാട്ടവാർ से താഴേക്ക് इस വലിക്കുമ്പോൾ सोटे को नीचे से खींचा. നിലം ഉഴുവുമ്പോൾ जैसे जमीन को खेड़ते हैं, ചേറുതെറിക്കുന്നത് പോലെ जैसे कीचड़ उड़ते എന്റെ हैं, രക്ഷിതാവിന്റെ പുറത്തെ മാംസം കീറി मेरा മറിയുകയാണ്. उद्धारकर्ता के पीठ के ऊपर मांसपेशियां फट പല के निकला പ്രാവശ്യത്തെ है. അടി കഴിയുമ്പോൾ कई बार का मार खाने के ആ बाद കീറി മറിയപ്പെട്ട മാംസത്തിന്റെ ये मांस വിടവുകളിലൂടെ जो फटा हुआ चीरा हुआ मांस के उस खांचे के ഊറി ഒഴുകി अंदर വരുന്ന പരിശുദ്ധ രക്തം നിങ്ങൾ से കണ്ടോ? एकदम पक्का बहने वाला पवित्र खून आप ആ രക്തം देखो. അവസാനം വന്ന് തളം കെട്ടി കിടക്കുന്നത് उस खून आगे आकर आकर इकट्ठा होते हैं. പീലാത്തോസിന്റെ കൽത്തളത്തിനകത്താണ്. पिलातोस के उस खंबे के ഇന്ന് अंदर. പകൽ ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കളോട് ഞാൻ വിളിച്ചു आज പറയാം. रात को कृपा पाए प्रभु को लोगों को ഇന്നേക്ക് बताता हूं. 2024 വർഷങ്ങൾക്ക് പിറകിൽ आज से 2024 साल पहले മുതുകിന്മേൽ ഉഴുതപ്പെട്ട് उनका पीठ के ऊपर छल्दी कर दी ഉഴുവുചാലുകളെ थी. നീളത്തിൽ കീറി एकदम लंबे लाइन आ में जो ഉഴുവുചാലുകളിലൂടെ मांस और खून उस मांस और पेशियों में से ആ खून ഉറവ് बहता ആ था. ഉഴുവുചാലുകളിലൂടെ उस पीठ के उधर फटा हुआ चीरा हुआ उसके बीच में ഊറി से ഇറങ്ങി वो जो खून वहां से തളം निकला കെട്ടി हुआ, കിടന്ന जो है ആ साथ में बांधा രക്തത്തിനൊരു हुआ, പ്രത്യേകതയുണ്ട് കേട്ടോ. उस खून को एक खासियत है. എന്താണ് ആ രക്തത്തിന്റെ പ്രത്യേകത? उस खून का खासियत क्या 1 है? പത്രോസ് 2:24 पहला पत्रोस 2 का നാം 24. പാപം സംബന്ധിച്ച് മരിച്ച് हाँ, पाप के आधार में मरे നീതിക്ക് ജീവിക്കേണ്ടുന്നതിന് और धार्मिकता से जीने के യേശു लिए തന്റെ ശരീരത്തിൽ यीशु अपने शरीर में നമ്മുടെ പാപങ്ങളെ ചുമന്നു. हमारे पापों को उठा लिया അടുത്തതൊന്ന് है. സ്തോത്രം ചെയ്തു പറ. हम धन्यवाद करके कहे അവന്റെ അടിപ്പിണരാ उनके कोड़े खाने से നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. हमें चंगाई मिला है. ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് आज से പിറകിൽ 2024 साल पहले ഉഴുതുമറിയപ്പെട്ട രക്ഷിതാവിന്റെ पीठ में छल्दी कर दी उस उतार कर മാംസത്തിന്റെ रखा. വിടവുകളിലൂടെ ഊറി उस ഇറങ്ങിയ मांसपेशियों को खांचे में ആ से खून जो പരിശുദ്ധ बहा था, രക്തത്തിന് उस पवित्र खून നമ്മെ സൗഖ്യമാക്കാൻ ശക്തിയുണ്ട്. हमें चंगा करने के लिए शक्तिमान ആ है. വിശ്വാസത്താൽ സ്തോത്രം ചെയ്യുന്ന उस അഭിഷിക്തന്മാർ, विश्वास के साथ धन्यवाद करने के വിശ്വാസത്താൽ लिए സ്തോത്രം ചെയ്യുന്ന विश्वास ദൈവമക്കൾ के साथ धन्यवाद करने वाले കരമടിച്ച് അല്പനിമിഷം वो ദൈവത്തിന് ताली സ്തോത്രം बजाकर ചെയ്യാം. थोड़ी देर परमेश्वर को ഇന്ന് धन्यवाद രാത്രി करें. എന്റെ സന്ദേശം കേൾക്കുന്ന आज रात को मेरा संदेश सुनने वाले ഏതെങ്കിലും ഒരു കുടുംബത്തിൽ कोई भी बस्ती अंदर ഏതെങ്കിലും ഒരു
വ്യക്തിയിൽ कोई भी एक संदर्भ में ഇന്ന് രാത്രി കുടിയിരിക്കുന്ന आज रात को समाया हुआ രോഗത്തിന്റെ ആത്മാവുണ്ടെങ്കിൽ, बीमारी का आत्मा है, രോഗശക്തികൾ ഉണ്ടെങ്കിൽ, बीमारी का शक्ति है, പാമ്പുകളെയും തേളുകളെയും ചവിട്ടാൻ, पापों को और जो भी छोड़ करने ശത്രുവിന്റെ के സകല लिए, ബലത്തെയും കെടുത്താൻ शत्रु का सारे ताकत को तोड़ने के लिए, അധികാരം തന്ന वो आने के बाद സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ स्वर्ग और संसार के स्वामी നസറയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ यीशु नासरी के नाम में ഈ രാത്രി ഞങ്ങൾ അമർച്ചയായി കൽപ്പിക്കുന്നു. आज रात को उस नाम को मैं बंद ആ करता രോഗാത്മാക്കൾ हूं, അഴിഞ്ഞു മാറട്ടെ. उस बीमारी का आत्मा खुल जाए, വിശ്വസിക്കുന്ന എല്ലാവരും जो विश्वास करते हैं കരമണി सारे, ചണ്യ ഭാഷയിൽ ताली बजाकर अन्य भाषा में അല്പനിമിഷം ദൈവത്തിന് थोड़ा समय സ്തോത്രം प्रभु को ചെയ്യാം. धन्यवाद करें। ഈ ഹോളിനകത്ത് इस हॉल के अंदर ഈ രാത്രി ദൈവശക്തി വ്യാപരിക്കട്ടെ. इसके अंदर प्रभु का शक्ति कार्य करता വർഷങ്ങളായി है। ശരീരത്തെ ബന്ധിക്കുന്ന इस बीमारी और सारे बात को बंद करने वाले രോഗാത്മാക്കൾ അഴിഞ്ഞു മാറട്ടെ. बीमारी का आत्मा को छूट जाए, പൈശാചിക ശക്തികൾ शैतान के शक्ति ഈ രാത്രി വിട്ടുമാറട്ടെ. आज रात को छुटकारा पा जाए, എല്ലാ അധരങ്ങളും തുറന്ന് हमारा होठो खोल എല്ലാ दे, കരങ്ങളും हर അടിച്ച് एक हाथ बजाकर ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കുക. शक्ति का साथ प्रभु को स्तुति करे। അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ अधिकार वाला यीशु मसीह ഞാൻ का नाम പ്രസംഗിക്കുന്ന में വചനത്തിന്റെ मैं അധികാരം प्रचार करने वाला वचन के अधिकार കർത്താവായ में യേശുക്രിസ്തുവിന്റെ പുണ്യാഹ प्रभु രക്തത്താൽ यीशु मसीह का बहुमूल्य ആ खून से പവിത്ര നാമത്തിന്റെ ശക്തിയാൽ उस पवित्र नाम की शक्ति ഇന്ന് से രാത്രി ഞാൻ കൽപ്പിക്കുന്നു. आज रात को आज्ञा देता हूं, രോഗാത്മാവേ बीमारी की आत्मा ഏതെങ്കിലും है, കുടുംബങ്ങളിൽ कोई भी परिवार में, ഏതെങ്കിലും വ്യക്തികളിൽ कोई भी व्यक्तियों ഇന്ന് में രാത്രി നീ കുടിയിരിപ്പുണ്ടെങ്കിൽ आज रात को समाया है तो നിനക്കിനി അവിടെ ഇരിക്കാൻ അനുവാദമില്ല. आपको वहां बैठने का अधिकार नहीं है। യേശുക്രിസ്തുവിന്റെ നാമം ഞങ്ങൾ വിളിച്ചു यीशु പറയുമ്പോൾ मसीह का नाम मैं आपको बताता പുണ്യാഹ രക്തം हूं, ഞങ്ങൾ उस വിളിച്ചു पवित्र പറയുമ്പോൾ खून के ആ द्वारा बताते നാമത്തിന്റെ हैं, ശക്തിയാൽ उस नाम की शक्ति ആ में, രക്തത്തിന്റെ इस खून की ശക്തിയാൽ उस शक्ति में അത്ഭുത ദൈവിക വിടുതലുകൾ, अचंबा ईश्वरी അത്ഭുത छुटकारा, രോഗശാന്തികൾ अचंबा बीमारी से ഈ छुटकारा രാത്രി സംഭവിക്കട്ടെ. आज रात को हो जाए। എത്ര പേർക്ക് വിശ്വാസത്താൽ ആമേൻ പറയാൻ കഴിയും? कितने लोग विश्वास से आमीन बोल അവരുടെ पाएंगे? കരം ഞാനൊന്ന് കാണട്ടെ. उनका हाथ ऊंचा करके ആ प्रभु को കരവും धन्यवाद ശബ്ദവും करें। ഉയർത്തി उनका ഈ आवाज രാത്രി ദൈവത്തെ उठाकर സ്തുതിക്കാം. परमेश्वर को धन्यवाद करते जाए। യേശുക്രിസ്തുവിന്റെ മരണം यीशु मसीह का मृत्यु 1000 വർഷങ്ങൾക്ക് പിറകിൽ 1000 साल पहले പ്രവാചകനായ ദാവീദ് പറഞ്ഞതുപോലെ भविष्यवक्ता दाऊद ने कहा उसी प्रकार താൻ അത് കേട്ടിട്ട് പോലുമില്ല. उन्होंने कभी सुना भी नहीं था। കൈകാലുകളിൽ ആണിയടിച്ച് അസ്ഥി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുള്ള ക്രൂശും മരണം हाथ और पैरों में खिले ठोकर हस्ती पिंजर अलग हुआ उस അത് मृत्यु ചരിത്രത്തിൽ നിലവിലില്ല. इतिहास में वहां पर उस समय അത് नहीं है। പ്രവചിച്ച ദാവീദ് അതിനെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. भविष्यवाणी किया दाऊद उसके बारे में सुना भी नहीं ഇത്ര है। നന്നായി കാര്യം കൈകാര്യം ചെയ്യാൻ इतना अच्छी तरह बातों को चलाने के നമ്മുടെ लिए ദൈവത്തെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ട് കഴിയും? हमारे परमेश्वर का अलावा और किसी से नहीं होगा। ആ ദൈവത്തെ അബ്ബ എന്ന് വിളിക്കാൻ उस परमेश्वर अब्बा पिता बुलाने കൃപ ലഭിച്ച के लिए ദൈവമൈതലേ कृपा നിനക്കെന്തിനാ पाए हुए നിരാശ? आपको निराशा करते हो। ഇന്ന് രാത്രി ആ നിരാശയുടെ കടുങ്കട്ടിനെ പൊട്ടിച്ചെറിഞ്ഞ് സ്വോത്രം ചെയ്തു പറ, എല്ലാ കാര്യവും നന്നായി ചെയ്യാൻ എന്റെ ദൈവം उस വിശ്വസ്തനാണ്. निराशा में എത്ര പേർ ഇത് बाहर വിശ്വസിക്കുന്നു? आता है कि मेरा परमेश्वर विश्वास योग्य है करके मैं विश्वास करता हूं। ഹല്ലേലൂയ. हालेलुया। നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. इस समय विश्वास को നമ്മുടെ बढ़ाए നിരാശകൾ മാറിപ്പോകട്ടെ. और निराशा दूर हो जाए। അപ്പൊ തിരുവഴുത്തുകളും പ്രകാരം യേശു शास्त्रों में लिखा है മരിച്ചു. उसके हिसाब से यीशु मसीह मरे। തിരുവഴുത്തുകളും പ്രകാരം യേശു മരിച്ചു. शास्त्रों के हिसाब से प्रभु मरे। 2 തിരുവഴുത്തുകളും പ്രകാരം യേശു അടക്കപ്പെട്ടു. दूसरा वह शास्त्रों में लिखा है उसी प्रकार यीशु मसीह का दफन विधि യേശുവിന്റെ हुआ। അടക്കത്തെ കുറിച്ച് यीशु मसीह का दफन विधि के बारे തിരുവഴുത്ത് എന്താ में പറയുന്നത്? प्रभु का वचन क्या कहता യശയ്യാ है? പ്രവാചകന്റെ പുസ്തകം यशायाह का पुस्तक 53 അധ്യായം 53 വാക്യം. 53 का 9। यशायाह 53:9। അവൻ സാഹസം ഒന്നും ചെയ്യാതെയും അവന്റെ വായിൽ വഞ്ചന ഒന്നും ഇല്ലാതെയും ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു.
അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടെ ആയിരുന്നു. Amen. വളരെ നന്ദി. आमीन स्तोत्र। और उसकी कब्र भी दुष्टों के संग ठहराई गई और मृत्यु के समय वह धनवान का संगी हुआ, यद्यपि उसने किसी प्रकार का उपद्रव न किया था और उसके मुंह से कभी छल की बात नहीं निकली थी। Amen. हालेलुया स्तोत्र। എത്ര പേർക്ക് ഹൃദയം നിറഞ്ഞൊരു ദൈവത്തിന് സ്തോത്രം പറയാൻ कितने കഴിയും? लोग दिल के साथ गहराई से करें। ഞാൻ ആ വാക്യം നിങ്ങൾക്കൊന്ന് വ്യക്തമാക്കി തരാം. उस बात में मैं साफ करके देता हूँ। ലോകം യേശുവിന് കൊടുക്കാനിരുന്ന അടക്കം दुनिया यीशु मसीह को देने वाला जो दफन विधि ദുഷ്ടന്മാരോട് കൂടെയാണ്. दुष्टों के साथ था, പക്ഷെ സ്വർഗം പറഞ്ഞു स्वर्ग ने कहा ദുഷ്ടന്മാരെ പോലെ അടക്കപ്പെടുകയല്ല, दुष्ट के समान दफन विधि नहीं, സമ്പന്നനെ പോലെ അടക്കപ്പെടുകയാണ്. धनवान के समान दफन विधि അതര होना തൊടുന്നൊരു നല്ല है। ആമേൻ പറയാൻ എത്ര പേർക്ക് मुंह മനസ്സുണ്ട്? खोलकर कितने लोग धन्यवाद करेंगे। നിങ്ങൾ സാഹചര്യത്തെ വിശകലനം ചെയ്താൽ आप संजोग को विश्लेषण करें तो ലോകം ചിന്തിക്കുന്നത് പോലെ കാര്യം നടക്കാൻ സാധ്യതയുള്ളൂ. जो दुनिया सोचता है उसी सा ही बात हो सकता था। കാരണം അന്ന് ക്രൂശ് മരണം ആർക്കുള്ളതായിരുന്നെന്നറിയാവോ? लेकिन उस समय में क्रूस का मृत्यु किसके लिए था? ആരെയാ ക്രൂശിക്കുന്നറിയാവോ? किसको क्रूस में चढ़ाते थे? റോമൻ സാമ്രാജ്യത്തിലെ അടിമകളെയാണ്. जो रोमी साम्राज्य का गुलामों ആ को। അടിമകൾ എന്ന് പറയുന്നത് കൊടും ക്രിമിനലുകളാണ്. वो गुलाम मतलब एकदम कठोर गुनहगार है, യജമാനന്റെ വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷ്ടിക്കുക, जो स्वामी का कीमती चीजों को लूटे, चोरी അദ്ദേഹത്തിന്റെ करे, ഭാര്യയോ മക്കളെയോ മാനഭംഗപ്പെടുത്തുക, उसका पत्नी यार बच्चों को कुछ मानभंग करे കൊലപാതകങ്ങൾ നടത്തുക, या खून करे, രാജ്യദ്രോഹം നടത്തുക. राज्य द्रोह करे। അങ്ങനെ അറപ്പും വെറുപ്പുമായ इस प्रकार बुराई और जो धिक्कार के ക്രൂരത साथ ചെയ്യുന്നവരെയാണ് ക്രൂശിക്കുക. जो गंभीरता से क्रूर काम करते हैं उनको दंड അങ്ങനെ करते थे। ക്രൂശിക്കുമ്പോൾ वैसे क्रूस में चढ़ाते हैं, അതിക്രൂരമായ ശിക്ഷയാണ്. एकदम गंभीर एक दंड है, കാരണം വേറെ ആരും ആ കുറ്റം ആവർത്തിക്കാതിരിക്കാൻ क्योंकि दूसरा कोई भी उस गुनाह को रिपीट ना करे। സമൂഹത്തിന് കുറ്റവാളികൾക്കൊരു മുന്നറിയിപ്പ് എന്ന നിലയിൽ समाज को गुनहगार को पहले से चेतावनी അത് देने के लिए പരസ്യമായിട്ടാണ് ചെയ്യാറുള്ളത്. और जाहिर में करते हैं। അതുകൊണ്ട് തിരുവഴുത്തിൽ ഇങ്ങനെ പറയുന്നത് ദൈവം യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. प्रभु का वचन इसलिए परमेश्वर यीशु को जाहिर में എത്ര खड़ा പേർക്ക് किया എന്നോട് है। ചേർന്നതിന് ഒരു ആമേൻ പറയാൻ कितने लोग കഴിയും? मेरे साथ आमीन बोल അപ്പൊ पाएंगे। പരസ്യമായിട്ടാ ക്രൂശിക്കപ്പെടുക. वो जाहिर में क्रूस में चढ़ाते हैं, ക്രൂശിക്കപ്പെടുമ്പോ जो क्रूस में चढ़ाते हैं 2 ദിവസത്തിൽ താഴെ അവര് മരിക്കാറില്ല, जो 2 दिन के नीचे मरते नहीं है 5 ദിവസത്തിൽ കൂടുതൽ കിടക്കാറുമില്ല. और 5 दिन से ज्यादा वहां रहते भी नहीं है। ക്രൂശിക്കപ്പെടുന്ന അന്ന് ആരും മരിക്കില്ല. जो क्रूस में चढ़ाते हैं उसी दिन मरता भी नहीं കുറഞ്ഞത് है, 2 ദിവസം എടുക്കും. कम से कम 2 दिन लगता അത് है, 5 ദിവസം വരെ നീളാം. वो 5 दिन तक लंबा हो ആ सकता है। മരണം ഭയാനകമായ മരണമാണ്. और उस मृत्यु गंभीर और भयानक मृत्यु है, അതിഭയങ്കരമായ ഭീകരമായ മരണം. एकदम भयानक और गंभीर मृत्यु है। ആകാശത്തൂടെ പറക്കുന്ന പക്ഷികൾ ഇവരുടെ പച്ചമാംസം കൊത്തിപ്പറിക്കും. आकाश में उड़ने वाले पक्षी है, उनको मांसपेशियों को खींच के खाता है, പ്രാകൃതമായ ഹീനമായ മരണമാണ്. जो एकदम कराने वाला हीन और दौर एकदम नीचाई वाला एक ഇങ്ങനെ मृत्यु है। മരിക്കുന്നവരുടെ മൃതശരീരം ऐसे मरने वालों का मृतक शरीर ഉറ്റവരാരും വന്ന് ഏറ്റെടുക്കില്ല. जो सगा संबंधी वाले कोई उस शरीर को लेते नहीं കാരണം है, അത് അവർക്ക് അഭിമാനത്തിന് ഇഷ്ടമാണ്. जो उनके अभिमान के लिए बाधा ഞാൻ कारण പറയുന്നത് है। വല്ലോ നിങ്ങൾക്ക് തിരിച്ചു അറിയുന്നുണ്ടോ? मैं जो बताता हूँ आपको मालूम കാരണം चलता है कि അതുപോലെ സമൂഹത്തിൽ വെറുക്കപ്പെട്ടവരെയാണ് ക്രൂശിക്കുക. इसी प्रकार समाज में धिक्कार पाए लोगों को ही वहाँ क्रूस की मृत्यु അപ്പൊ मिलता है। ഇങ്ങനെയുള്ളവരുടെ മൃതശരീരം ആരും इस ഏറ്റെടുക്കാത്തതുകൊണ്ട് प्रकार के लोगों का मृतक शरीर को इस लेने के लिए नहीं आता അനാഥ है। പ്രേതങ്ങളെ കുഴിച്ചിടുന്നിടത്താണ് ഇങ്ങനെയുള്ളവരുടെ ശരീരങ്ങൾ അടക്കപ്പെടുക. अनाथ प्रेतों के लोगों का शरीर का दफन भी करते हैं, इस प्रकार वहां पर डालते എന്റെ हैं। രക്ഷിതാവിനും അങ്ങനെ ഒരു അടക്കമാണ് മാനുഷികമായി കിട്ടപ്പെടാൻ സാധ്യതയുള്ളത്. मेरा उद्धारकर्ता को इसी प्रकार का जो समय हालात मनुष्यत्व पर हो सकता കാരണം ആ था, മൃതശരീരം മേടിച്ചോണ്ട് പോകാൻ ഉത്തരവാദിത്തപ്പെട്ടവരാരും മുന്നോട്ട് क्योंकि വന്നില്ല. उस मृतक शरीर को लेके जाने के लिए जवाबदार वाले कोई आगे नहीं യേശുവിന്റെ आता है। സഹോദരങ്ങൾ ചോദിച്ചു വന്നില്ല. यीशु मसीह का भाई लोग नहीं आया, ഒട്ടിയും പറ്റിയും തട്ടിയും മുട്ടിയും നടന്ന ശിഷ്യന്മാരാരും വന്നില്ല. शिष्य हमेशा लगे रहता था, सीने में लगता था, साथ में रहता था, कोई नहीं आया। സൗഖ്യമായവരും വിടുതൽ നേടിയവരും ആരും വന്നില്ല. चंगाई पाए, छुटकारे पाए, कोई नहीं ഒരു आया। സ്വോത്രം ഒന്ന് പറഞ്ഞേ. एक धन्यवाद बोले, അപ്പൊ അവരാരും വന്നില്ല. वे कोई नहीं आया शरीर लेने के लिए। വന്നാൽ ഒറ്റ കാര്യം നടക്കാനും സാധ്യതയില്ല. आएगा तो उसको मिलने वाला भी नहीं था। അവരെല്ലാവരും മാറി നിന്നു കേട്ടോ. वो सारे दूर खड़े हुए അപ്പൊ थे। ലോക
ലോകം പറഞ്ഞത് നടക്കാനാ സാധ്യത. दुनिया जो सोचा वो होने का संभावना था, കാരണം ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുക്കണം. क्योंकि दुष्टों के साथ उनको खबर देना അനാഥ है. പ്രേതങ്ങളെ കുഴിച്ചിടുന്നിടത്ത് കുഴിച്ചിടണം. अनाथ प्रेतों को दफन विधि करते हैं, वहां पर दफन विधि അതാ करना ലോകത്തിന്റെ चाहिए. തീരുമാനം. ये दुनिया का निर्णय എന്നാൽ ഇത് है, നടക്കുന്നതിന് लेकिन ये होने के 700 पहले വർഷങ്ങൾക്ക് പിറകിൽ 700 साल पीछे പ്രവാചക വരണ്യനായ യെശയ്യാവ് जो भविष्यवक्ता में यशायाह പ്രവചനക്കുന്നിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, भविष्यवाणी में खड़े हुए कहते हैं, അനാഥ പ്രേതം കുഴിച്ചിടുന്നത് പോലെ കുഴിച്ചിടപ്പെടുകയല്ല. अनाथ प्रेत को दफन विधि करते वैसे दफन ഒരു विधि नहीं നല്ല സ്വോത്ര होगा. ശക്തിയോടെന്ന് പറഞ്ഞ് एक स्तोत्रम शक्ति के അവൻ साथ कहे, സമ്പന്നന്മാരോടുകൂടി അടക്കപ്പെടും. वो धनवान लोगों के बीच में दफन विधि होगा. കരമുയർത്തി ഒരിക്കൽ കൂടി നല്ല ആമേൻ और ശബ്ദമുയർത്തി एक പറ. बार वो हाथ उठा कर धन्यवाद करे. ഇനി നിങ്ങൾ എല്ലാവരും എന്നെ കൂടെ ഒന്ന് വന്നേ. आप सारे यहाँ पर आए. യോഹന്നാന്റെ സുവിശേഷം, यूहन्ना की सुवार्ता, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം यूहन्ना की सुवार्ता 19-ാം അധ്യായം 19वें अध्याय 38 മുതൽ 42 വരെ. 38 से 42. അനന്തരം യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിൻ്റെ ഒരു ശിഷ്യനായിരുന്ന അരിമത്യയിലെ യോസഫ് യേശുവിൻ്റെ ശരീരം എടുത്തുകൊണ്ടുപോകുവാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവദിക്കയാൽ അവൻ വന്ന് അവൻ്റെ ശരീരം എടുത്തു. ആദ്യം രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന നിക്കോദിമോസും ഏകദേശം 100 റാത്തൽ മൂറും അകിലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്നു. അവർ യേശുവിൻ്റെ ശരീരമെടുത്ത് യഹൂദന്മാർ ശവമടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധവർഗത്തോടുകൂടെ ശീല പൊതിഞ്ഞ് കെട്ടി അവനെ ക്രൂശിച്ച വളരെ നന്ദി. आमीन, हालेलुया. इन बातों के बाद अरमतिया के यूसुफ ने, जो यीशु का चेला था परंतु यहूदियों के डर से इस बात को छिपाए रखा था, पिलातुस से विनती की कि मैं यीशु की लौत को ले जाऊं. और उसने पिलातुस ने उसकी विनती सुनी और वह आकर उससे लौत ले गया. और निकोदेमुस भी, जो पहले यीशु मसीह के पास रात को गया था, 50 सेर का लगभग मिला हुआ गंधरस और अलवा ले आया. നിങ്ങൾക്ക് എത്ര പേർക്ക് ഒരു നല്ല സ്തോത്രം പറയാൻ कितने लोग अच्छा धन्यवाद बोल നിങ്ങളുടെ पाएंगे? ഇരിപ്പ് കണ്ടിട്ട് എനിക്കൊരു സങ്കടം തോന്നുന്നു. आपका बैठना देखकर हमको ആ संकट കരവ് लगता है. ശബ്ദം ഉയർത്തി ഒരു നല്ല സ്തോത്രം എന്ന് हाथ പറഞ്ഞു. और आवाज उठाकर നിങ്ങൾ ശ്രദ്ധിച്ച യേശു മരിച്ചു. यीशु मरा. ഈ അരിമത്തിയിലെ യോസേഫ്, अरिमथिया का यूसुफ, ആ യോസേഫ് കർത്താവിന്റെ ഒരു രഹസ്യ ശിഷ്യനായിരുന്നു. यूसुफ जो है परमेश्वर के रहस्य शिष्य है. ഇതുവരെ പരസ്യമായി നിന്നവരെല്ലാം ഒളിച്ചപ്പോ अब तक जो जाहिर में खड़े थे वो सब छुप गया था. ഇതുവരെ രഹസ്യമായി നിന്നവനെ തമ്പുരാൻ പരസ്യമായി കൊണ്ടുവന്നു. अब तक जो रहस्य में था परमेश्वर जाहिर में लेके ആവർത്തിച്ച് ഇന്ന് आया. രാത്രി ഞാനൊരു കാര്യം പറയുന്നു. जो बार बार एक बात कहता हूँ, കാര്യങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുക്കുക. बातें प्रभु को सौंप दो. ദൈവം എല്ലാ സമയത്തും നന്നായി प्रभु ചെയ്യും. सब समय में ठीक ठाक करने ഒരു वाला നല്ല है. ആമേ ശബ്ദമുയർത്തി പറ. अच्छा आवाज उठा ദൈവം कर സമയത്ത് എല്ലാം നന്നായി ചെയ്യും. परमेश्वर समय में सबको ठीक ठाक करने ദൈവത്തിന് वाला കാര്യം है. വിട്ടുകൊടുക്ക. परमेश्वर को बात सौंप दो. ഇനി ഈ അരിമത്തിയിലെ യോസേഫ് अभी अरिमथिया का यूसुफ പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് കാര്യം പറയാൻ സ്വാധീനമുള്ളവനാ. पीलातुस के बाद जाकर बात करने के लिए स्वाधीनता അവിടെ वाला है. പത്രോസും യോഹന്നാനും ഒന്ന് നോക്കിയ കാര്യം നടക്കുക. वहाँ पत्रोस और यूहन्ना को ढूंढने जाए तो बात नहीं मिलेगा. ആരെ എവിടെ എപ്പോൾ ഉപയോഗിക്കണമെന്ന് സ്വർഗത്തിന് അറിയാം. किसको कब कहाँ और क्यों इस्तेमाल करना है स्वर्ग को ഈ मालूम ദൈവത്തെ है. അങ്ങ് വിശ്വസിച്ചുകൂടെ? इस परमेश्वर को विश्वास ഈ करो. ദൈവത്തിൽ അങ്ങ് ആശ്രയിച്ചുകൂടെ? इस प्रभु में आश्रय करो. നീന്തൽ അറിയാത്തവര് വെള്ളത്തിൽ ചാടിയതുപോലെ जैसे तैरना नहीं आता है पानी में कूदा, നമ്മൾ കടന്ന് കുഴഞ്ഞും അറിയാതെ हम वहाँ पे हलचल मचाने ഇന്ന് രാത്രി से എല്ലാം നന്നായി ചെയ്യാൻ വിശ്വസ്തനായ ഒരു ദൈവമാണ് ഞാൻ സേവിക്കുന്ന ദൈവം എന്നറിഞ്ഞ് ആ ദൈവത്തിൽ ആശ്രയിക്കുക. आज रात को सबको ठीक ठाक करने वाला हमारा परमेश्वर है कि उस प्रभु में हम पूर्ण आश्रय രക്തം करें. ജയം. रक्त में जय. ഈ രാത്രി ചിലരുടെ അകത്തുള്ള ആശയ കുഴപ്പങ്ങൾ ഈ വചന ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് പൊട്ടിച്ചു മാറ്റി കർത്താവിലുള്ള ആശ്രയ ബോധം ഈ രാത്രി आज വർദ്ധിപ്പിക്കുകയാണ്. रात को जिसको आशय में गड़बड़ है इस वचन में विश्वास करके जो समझ है वो पक्का पक्कम करे. രക്തം ജയം. यीशु मसीह के ചിലരുടെ खून में ആശയ जय. കുഴപ്പം മാറട്ടെ ഈ कई രാത്രി. लोगों का समझने का गड़बड़ी ചില दूर हो പ്രശ്നങ്ങളിൽ जाए. കുഴഞ്ഞു മറിഞ്ഞ് कई समस्या में हम डूब ദൈവത്തിലുള്ള गए हैं. ആശ്രയബോധം നഷ്ടപ്പെട്ട് परमेश्वर से उस बात को ഈ नष्ट രാത്രി करते हुए തകർന്ന ചിലരെ आज रात को अलग हुए किसी लोगों को പരിശുദ്ധാത്മാവ് പണിയുന്ന രാത്രിയാണ്. पवित्र आत्मा आपको बनाने वाला दिन വിശ്വസിക്കുന്നവർ है. കരമടിച്ച് जो विश्वास ആശീർവാദം करते हैं കൊടുക്കുന്നു. ताली बजा कर धन्यवाद करें. അല്പനിമിഷം ഈ രാത്രി ദൈവത്തിന് നന്ദി പറയാം. आज रात को हम परमेश्वर को धन्यवाद പരിശുദ്ധാത്മാവ് ഈ करें. രാത്രി पवित्र आत्मा आज रात ചിലരെ को സ്പർശിക്കുന്നത് कुछ लोगों को स्पर्श എനിക്ക് करते വചന हैं. ശുശ്രൂഷയിൽ തിരിച്ചറിയാൻ इस കഴിയും. वचन की सही का में पता चलता है. ग्लोरी ग्लोरी.
ഈ രാത്രി പരിശുദ്ധാത്മാവ് ചിലരെ ഉറപ്പിക്കുന്നുണ്ട്, पवित्र आत्मा कई लोगों को दृढ़ करते ചിലരെ हैं, ധൈര്യപ്പെടുത്തുന്നു. कुछ लोगों को हियाब देते हैं। പ്രിയപ്പെട്ട മാതാപിതാക്കളെ, प्रिय माता पिताएं, സഹോദരി भाई സഹോദരന്മാരെ, और बहनों, ഉറക്കെ दृढ़ हो നിങ്ങളുടെ जाए, ഹൃദയം ധൈര്യപ്പെടട്ടെ. आपका दिल हियाब ഇന്ന് वाला हो രാത്രി സ്തോത്രം जाए, ചെയ്ത് പറ, धन्यवाद के साथ എന്റെ कहे, നിരാശ मेरा മാറുകയാണ്, निराशा दूर हो എന്റെ जाता ഭയം है, മാറുകയാണ്, मेरा भय दूर हो എന്റെ जाता ആശയക്കുഴപ്പം है, മാറുകയാണ്, मेरा आशय का गड़बड़ എന്റെ दूर ദൈവം होता है, വിശ്വസ്തനാണ്, मेरा परमेश्वर എന്റെ विश्वास योग्य ദൈവം है, വിശ്വസ്തനാണ്. मेरा परमेश्वर विश्वास എത്ര योग्य പേർക്ക് है। ഹൃദയം തുറന്ന് സ്തോത്രം ചെയ്തത് इसलिए പറയാൻ हाथ കഴിയും? उठाकर धन्यवाद എന്റെ करें, मुंह ദൈവം खोलकर, വിശ്വസ്തൻ. मेरा परमेश्वर विश्वास योग्य परमेश्वर है। हालेलुया। हालेलुया। അരിമത്യക്കാരൻ യോസേഫ് अरिमथ्या का यूसुफ പീലാത്തോസിന്റെ അടുക്കൽ ചെന്നു. पिलातुस के पास, എനിക്ക് ഈ അദ്ദേഹത്തെ കുറിച്ച് തിരുവഴുത്ത് പറയുന്ന ചില പദങ്ങൾ വളരെ ഇഷ്ടമാണ്. उनके बारे में प्रभु का वचन बताते कुछ पद मुझे बहुत पसंद അദ്ദേഹം है। ആ സന്നിധി സംഘത്തിലെ അംഗമാണ്, वो सन्निधि संघ के सभ्य है, അതുകൊണ്ട് ആ ശ്രേഷ്ഠ മന്ത്രി എന്ന് കൊടുത്തിരിക്കുന്നു. इसलिए श्रेष्ठ मंत्री नाम दिया है। രണ്ട്, അദ്ദേഹം ധനവാനാണ്. दूसरा वो धनवान है, ഒരു നല്ല ആമേൻ എന്ന് പറയും. अच्छा आमीन का है। മൂന്ന്, അദ്ദേഹം നീതിമാനാണ്. तीसरा वो धर्मी व्यक्ति है। നിങ്ങളൊരു സ്തോത്രം പറഞ്ഞില്ല. आप धन्यवाद नहीं कहा, ധനവാനാണ്, धनवान है അപ്പൊ തന്നെ നീതിമാനുമാണ്. और धर्मी भी है। അതിന്റെ അർത്ഥം उसका मतलब അദ്ദേഹത്തിനുള്ള ധനം उनके पास जो धन, നീതിയുടെ ധനമാണ്. वो धार्मिकता का धन है। വളഞ്ഞ വഴിയിലൂടെ टेढ़े मेढ़े रास्ते से മറ്റുള്ളവരെ വഞ്ചിച്ചും തട്ടിച്ചും വെട്ടിച്ചും ഉണ്ടാക്കിയതല്ല. दूसरों को छेतरा घमंड किया, दूसरों को ദൈവം लूटा नहीं അംഗീകരിച്ച है। നന്മയാണ്. परमेश्वर अंगीकार किया वो भलाई है। ധനവാനാകുന്നത് തെറ്റല്ല, धनवान होना गलत പക്ഷേ नहीं അത് है, നീതിയുടെ മാർഗത്തിലൂടെ ആകണം. लेकिन वो धार्मिकता का मार्ग से होना നീതിയുടെ चाहिए। മാർഗത്തിലൂടെ അല്ലാതെ ഒന്നും ഉണ്ടാകരുത്. बिना धार्मिकता के मार्ग से कुछ भी എത്ര नहीं होना പേർക്ക് കരമുയർത്തി ആ चाहिए। വാക്കിന് कितने लोग സ്തോത്രം धन्यवाद പറയാൻ करें? കഴിയും? हालेलुया, स्तोत्रम, അദ്ദേഹം स्तोत्रम। മന്ത്രിയാണ്, आमीन। അദ്ദേഹം മന്ത്രിയാണ്, वो एक मंत्री है, ധനവാനാണ്, धनवान है, അപ്പോൾ തന്നെ നീതിമാനുമാണ്. साथ साथ में धर्मी है। അപ്പൊ അദ്ദേഹത്തിന് उनको പാറയിൽ വെട്ടൊരു പുത്തൻ കല്ലറയുണ്ട്. जो है चट्टान के अंदर नया सा एक जो कब्र है। പീലാത്തോസിനോട് പറഞ്ഞു, എനിക്ക് ആ ശരീരം വിട്ടു തരണം. पिलातुस को कहा मुझे शरीर छोड़ के അപ്പൊ दीजिए। ഇദ്ദേഹത്തെ പോലെ ഇത്ര സമൂഹത്തിൽ സ്വാധീനമുള്ള ഒരാള് ചോദിച്ചതല്ലേന്ന് കൊണ്ട് പീലാത്തോസ് അങ്ങ് സമ്മതിച്ചു. ये इनके समान समाज में अच्छे नाम वाले व्यक्ति पूछने गया, इसलिए पिलातुस अनुमति दे दिया। ആവർത്തിച്ച് ഞാൻ പറയാ, वो बार बार कहता हूँ, സമയത്തെല്ലാം ദൈവം നന്നായി ചെയ്യും. प्रभु सब कुछ सही समय में करने वाला है। ഒരു നല്ല ആമേൻ എന്ന് अच्छा, സ്തോത്രം ചെയ്ത് आपकी പറ. स्तुति हम करें, हालेलुया എന്താ बोले। പരിശുദ്ധാത്മാവ് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് എനിക്ക് पवित्र आत्मा അറിഞ്ഞുകൂടാ. बार बार क्यों कहते हैं? ഇന്ന് രാത്രി ഞാൻ ഉറപ്പിച്ചു പറയുന്നു, സമയത്തെല്ലാം ദൈവം നന്നായി ചെയ്യും. मैं दृढ़ में कहता हूँ, समय में सब कुछ प्रभु सब कुछ ठीक ठाक करने ആ वाला സമയത്ത് है। വേറൊരാളും കൂടെ വരുന്നു. उस समय में दूसरा भी एक व्यक्ति आ रहा है। 2-3 വർഷങ്ങൾക്ക് പിറകില് 2-3 साल पीछे യഹൂദന്മാരെ പേടിച്ച് രാത്രികൾ സുവിശേഷം കേൾക്കാൻ വന്ന ഒരാളുണ്ട്. यहूदियों से डरकर रात को सुवार्ता सुनने वाला आया एक व्यक्ति है। അദ്ദേഹത്തിന്റെ പേര് നിക്കോദിമോസ് എന്ന്. उनके नाम है निकोदिमोस। വീണ്ടും ജനനത്തിന്റെ വിത്ത് അകത്ത് വീണതാ. नए जन्म का जो बीज उसके अंदर गिरा हुआ है। പക്ഷെ അന്ന് സമൂഹത്തെ പേടിച്ചിറങ്ങി വന്നില്ല. उस समय समाज को डर कर नहीं आया പക്ഷെ बाहर, സമയത്ത് അവനും ഇറങ്ങി വന്നു. लेकिन समय में वो भी बाहर आया। നമ്മൾ സുവിശേഷം പറഞ്ഞിട്ടും हम सुवार्ता बताने से നമ്മൾ भी, പ്രാർത്ഥിച്ചിട്ടും हम प्रार्थना करने से നമ്മൾ भी, പ്രവർത്തിച്ചിട്ടും हम जो उपवास करने से, അവരൊന്നും വന്നില്ലല്ലോ എന്ന് നിരാശപ്പെടരുത്. वो लोग क्यों नहीं आया? हम निराश नहीं होने की जरूरत സമയത്ത് है। ദൈവം ചിലതിനെ പോക്കിക്കൊണ്ട് വരുമെന്ന് समय में प्रभु कुछ लोगों को उठा ഇന്ന് कर രാത്രി लेके ഞാൻ आएंगे। ആത്മനിയോഗത്തോടെ आज പറയാം. रात को आत्मा की नियोग में कहता ശക്തമായിട്ട് പ്രാർത്ഥിച്ചോ. हूँ, शक्तिमान से प्रार्थना ശക്തമായിട്ട് പ്രസംഗിച്ചോ. करो, जबरदस्त प्रचार करो। കർത്താവ് തരുന്ന നിയോഗത്തിനനുസരിച്ച് പൊക്കോ. परमेश्वर जो अगुआ देता है उसके ക്രിസ്തുവിലുള്ള साथ में നമ്മുടെ चलो। പ്രയത്നമൊന്നും വ്യർത്ഥമല്ല. मसीह में हमारा मेहनत व्यर्थ എത്ര नहीं പേർക്ക് है। അഭിമാനത്തോടെ जितने लोग ആ വാക്കിന് अभिमान से സ്തോത്രം उस പറയാൻ परमेश्वर കഴിയും. को हम ദൈവം धन्यवाद എല്ലാം करें। നന്നായി परमेश्वर ചെയ്യും. सबको ठीक ठाक करने वाला है। അപ്പൊ ഈ നിക്കോദിമോസ് എങ്ങനെ വന്നെന്നറിയാം? निकोदेमोस कैसे आया? 100 റാത്തൽ 100 रातल സുഗന്ധക്കൂട്ടുമായിട്ടാ വന്നത്. जो सुगंध द्रव्य लेके आया, ആ വാക്കിനൊരു നല്ല ആമയം പറയേണ്ടതാ. उस शब्द को अच्छा आमीन कहना है। സ്തോത്രം പറഞ്ഞേ. धन्यवाद कहे। 100 റാത്തൽ സുഗന്ധക്കൂട്ട്. जो है एक गंधरस सुगंध द्रव्य लेके आया, 100 റാത്തൽ സുഗന്ധക്കൂട്ട് എന്ന് പറയുന്നതേ जो है 50 शेर के लगभग मिला हुआ गंधरस അത്ര നിസ്സാരമല്ല. साधारण नहीं है। നിങ്ങൾ ഈ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ यूहन्ना की सुवार्ता 12वें अध्याय में കർത്താവ് ലാസറിന്റെ വീട്ടിൽ ചെല്ലുമ്പോഴേ परमेश्वर जब लाजरस के घर जाते हैं, മറിയ ഒരു റാത്തൽ സുഗന്ധക്കൂട്ട് കൊണ്ടുവന്നു. जो मरियम जो है एक खेकल जो है वो सुगंध द्रव्य लेके आई, കർത്താവിന്റെ കാലെ പൂശി. परमेश्वर के चरणों में लगाई। ഒരു നല്ല ആമേൻ अच्छा आमीन बोलिए। എന്നിട്ട് തലമുടി കൊണ്ട് അത് തുവർത്തി. उनका बाल से वो पोंछा,
വാസിന്റെ സുഗന്ധം കൊണ്ട് വീട് മുഴുവൻ നിറഞ്ഞു. जो है सुगंध द्रव्य, तो घर पूरा सुगंध द्रव्य हो गया. ട്രഷർ യൂദ കൂടെ ഉള്ളത്. तब ट्रेजर यूदा साथ में है. യൂദ പറഞ്ഞു, यूदा कहा ഇത് വിറ്റു വല്ല ദരിദ്രന്മാർക്കും കൊടുത്തുകൂടെ? ये बेच कर कुछ दरिद्र को दे दो. ഇത് ഇവിടെ പൊട്ടിച്ച് നശിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ये अख्तर सुगंध द्रव्य फोड़ने का या क्या कारण है यहाँ पे? അദ്ദേഹം ആ ഒരു റാത്തലിന് വിലയിട്ടു. उस एक जो शिकल को वहां पे कीमत डाला, 300 വെള്ളിക്കാശ്. जो 300 सोने का सिक्का. നല്ല ആമേൻ എന്ന് अच्छा, പറ. आमीन. ഒരു റാത്തലിന്റെ വില एक शेर 300 का വെള്ളിക്കാശ്. एक शेर का जो कीमत 300 सोने का അങ്ങനെയാണെങ്കിൽ सिक्का, 100 റാത്തലിന്റെ വില तो 100 शेर का कीमत 30,000 വെള്ളിക്കാശ്. जो 30,000 सोने का ഇനി सिक्का. 30,000 വെള്ളിക്കാശ് എന്ന് പറയുമ്പോ जो 30,000 सोने का सिक्का നിങ്ങൾ അത്ര मतलब ഈസി ആയിട്ട് എടുക്കരുത്. आप आसान मत समझना. അന്നത്തെ കാലത്ത് उस समय में ഒരു മനുഷ്യന്റെ एक मनुष्य का ഒരു ദിവസത്തെ വേതനം एक दिन का पगार ഒന്നാം പ്രഭാതം മുതൽ जो है सुबह से സൂര്യാസ്തമയം വരെ सूर्य अस्त तक ജോലി ചെയ്താൽ जब काम करने से കിട്ടുന്നത് ഒരു വെള്ളിക്കാശാണ്. एक ही सोने का सिक्का मिलता കർത്താവ് था. തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. प्रभु ने खुद कहा है, എന്റെ മുന്തിരിത്തോട്ടത്തിൽ मेरे दाग की बारी में വേലക്കാരെ വിളിച്ചാക്കാൻ നന്നാ രാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥൻ जो उन नौकर चाकरों लेने के लिए एकदम सुबह उठा हुआ जो घर वाड़ी का मालिक, ഒരു ആമേൻ ഒന്ന് പറ. आमीन कहे, അവരുമായിട്ട് കൂലി പറഞ്ഞൊത്തു. उनके साथ उनका मजदूरी का नक्की किया, ഒരു വെള്ളിക്കാശ്. एक सोने का सिक्का. അപ്പൊ ഒരു ദിവസത്തെ വേതനം एक दिन का पगार, ഒരു ദിവസത്തെ വെള്ളിക്കാശാണെങ്കിൽ यह एक सिक्का है सोने का, तो 30,000 വെള്ളിക്കാശ്. जो 30,000 सोने का അപ്പൊ ഞാൻ सिक्का, അതിനെ ഒന്ന് നമ്മുടെ കണക്കിലേക്ക് കൊണ്ടുവരാൻ പോവാ. वो हमारे हिसाब में लेके आता हो. ഞങ്ങളുടെ ഇടുക്കി ജില്ലയിൽ आपके इടുക്കി जिले में കുമ്പനാട്ടും തിരുവല്ലക്കാരൊന്നും ആ കണക്കെടുക്കരുത്. जो दूसरे लोग जो है वो गिनती मत लेना. ഇടുക്കി ജില്ലയിൽ इടുकी जिले में സാധാരണ കർഷകൻ साधारण किसान ഒരാളെ ജോലിക്ക് നിർത്തിയ एक व्यक्ति को मजदूरी में लेके आए 8 മണി മുതൽ सुबह 8 बजे से 3 മണി വരെ 3 बजे तक. ഇപ്പൊ ജോലി ചെയ്താൽ अभी काम करे तो 750 രൂപ കൂലിയാ. 750 रुपया उसका मजदूरी है. ഒന്നുകൂടെ പറയുന്നു, പത്തനംതിട്ടക്കാരും തിരുവല്ലക്കാരും അത് എടുക്കരുത്. पतनमतिट्टा तिरुवल्ला वाले वो लेना मत साहब. ഞങ്ങളുടെ കാര്യമാണ്, ഇടുക്കി ജില്ലക്കാരുടെ और हमारे इടുकी जिले की बात कर रहा हूँ. 750 രൂപ. 750 रुपया, അപ്പൊ 750 ഗുണം जो 750 इंटू 30,000 30,000 സമം गुना 2 കോടി 2 करोड़ 25 ലക്ഷം. 2 करोड़ 25 लाख. ഒരു നല്ല ആമേൻ എന്ന് പറഞ്ഞു. अच्छा आमीन का है. കർത്താവിന്റെ ശരീരം परमेश्वर का शरीर കല്ലറയ്ക്കകത്ത് വെക്കുമ്പോൾ कब्र के अंदर रखने से സുഗന്ധക്കൂട്ടിന്റെ വില सुगंध द्रव्य का कीमत 2 കോടി. ഇന്നത്തെ കണക്കനുസരിച്ച് आज के हिसाब से 2 കോടി 2 करोड़ 25 ലക്ഷം 25 लाख. എങ്ങനെ അടക്കപ്പെടേണ്ടതാ? कैसे वो दफन विधि होने वाला ദുഷ്ടന്മാരോട് था? കൂടെ दुष्टों के इस कब्र में അനാഥ പ്രേതങ്ങൾ अनाथ കുഴിച്ചിടുന്നത് प्रेत के उस उजड़ जगह में കുഴിച്ചിടപ്പെടേണ്ടതാ. वहां दफन विधि होना പക്ഷെ था. പ്രവാചകൻ 700 വർഷങ്ങൾക്ക് പിറകിൽ എന്താ പറഞ്ഞു? लेकिन भविष्यवक्ता 700 साल पहले അങ്ങനെ क्या അനാഥ कहा? പ്രേതം പോലെ കുഴിക്കപ്പെടപ്പെടുകയല്ല. वैसे अनाथ प्रेत के वहां दफन विधि അവന്റെ होना അടക്കം था. സമ്പന്നന്മാരോട് കൂടെയാണ്. उनका दफन विधि संपन्न वालों के बीच വെട്ടിയെടുത്ത में പാറയ്ക്കകത്ത് है. जो काटा वो चट्टान के മറ്റാർക്കും अंदर है ലഭിച്ചിട്ടില്ലാത്തതുപോലെ और किसी को नहीं मिला. സമ്പന്നനെ वैसे പോലെ धनवान के समान യേശു അടക്കപ്പെട്ടു. यीशु का दफन विधि हुआ ഇത്ര है. നന്നായി കാര്യം ചെയ്യാൻ इतना सही काम करने के നമ്മുടെ लिए ദൈവത്തിനല്ലാതെ हमारा परमेश्वर के अलावा മറ്റാരെ കൊണ്ട് കഴിയോ? और किससे होगा? അതിനെ തുറന്ന് ആമേൻ പറയാം. मुंह खोलकर हाथ उठाकर മനസ്സുള്ള मेरी बात ദൈവകരങ്ങളെ करे. ഒന്നുകൂടെ കാണട്ടെ. जो मनुष्य से नहीं होगा प्रभु करते ഹല്ലേലൂയ. हैं. हालेलुया. ദൈവം വിശ്വസ്തൻ. परमेश्वर विश्वासियों के है. ദൈവമക്കൾ ആദരം തുറന്ന് പറ. आपका दिल और होठ खोल कर आप നമ്മുടെ बोले, ദൈവം വിശ്വസ്തൻ. हमारा परमेश्वर विश्वासियों के കരമടിച്ച് परमेश्वर സന്തോഷത്തോടെ ഈ രാത്രി आनंद के साथ खुशी के അല്പനിമിഷം साथ ദൈവത്തെ आज थोड़ा ആരാധിക്കാം. समय परमेश्वर को आराधना करें. हालेलुया. ശരീരത്തിന് വയ്യേലും शरीर में अच्छा नहीं है फिर भी നിങ്ങൾ ഓർക്കും आप सोचेंगे ശബ്ദം എടുത്തൊക്കെ പറയുമ്പോ ഏതാണ്ട് വലിയ ആരോഗ്യം ഉണ്ടായിട്ട്. इतना आवाज उठाकर प्रचार करते हैं तो अच्छा सेहत है इसलिए नहीं. സത്യം പറഞ്ഞാൽ ചില യോഗം കഴിയുമ്പോ ആ സ്റ്റേജിൽ ഒരു ഭാഗം ഇട്ടാണ് അവിടെ തന്നെ കിടന്നേക്കാം. सही माने का है तो मीटिंग के बाद स्टेज में चटाई मिले तो वहां सो जाता. ക്ഷീണം ഉണ്ടായിട്ട് इतना थकान है ഇല്ലാത്ത ശബ്ദം ഉണ്ടാക്കി जो आवाज नहीं है वो बनाकर
ഞരമ്പെല്ലാം വരിഞ്ഞു മുറുകിയിട്ടു. ये शरीर के नसें सब ഇത്ര खींच कर ആവേശത്തോടെ ഈ സുവിശേഷം പറയാൻ കാരണം അറിയാമോ? इतना जोश के साथ सुवार्ता क्यों बताते हैं? കെട്ടുകഥയല്ലെന്ന്, ये कहानी नहीं ഇത് है, ഊഹാപോഹമല്ലെന്ന്, ये अनजान ഇത് आदत മനുഷ്യന്റെ नहीं തോന്നലല്ലെന്ന്, है, मनुष्य का विचार नहीं ഇത്ര है। സത്യസന്ധമായ ഒരൊറ്റ സന്ദേശം, അത് സുവിശേഷമാണ്. അത് പറയാൻ കിട്ടിയതാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യം. അത് വിശ്വസിക്കാൻ കഴിഞ്ഞതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. എത്ര പേർക്ക് എന്നോട് ചേർന്ന് ഈ രാത്രി ദൈവത്തിന് നന്ദി പറയാൻ इतना കഴിയും? सच्ची बात बताना है, वो परमेश्वर का सुसमाचार है, वो सुसमाचार बताने के लिए जो भाग्य मिला है, अब कितना धन्य लोग ഈ हैं। രാത്രി ഞാൻ വിനയത്തോടെ പറയുകയാണ്, आज मैं विनयता से कहता हूँ, ലാഘവ ബുദ്ധിയോടെ ദൈവത്തെ സേവിക്കരുത്. और कोई बुद्धि से प्रभु की सेवा नहीं करना, തോന്നലുകൾക്ക് പിറകെ പോകരുത്. और कोई बात के पीछे नहीं जाना। അടിസ്ഥാനമുള്ളതും नींव वाले, നിലനിൽക്കുന്നതും स्थिर रहने वाले, കാതലുള്ളതും जो अच्छा पक्का वाला ഒറ്റ സന്ദേശമേ ഉള്ളൂ. एक ही संदेश है, അതാണ് വിശുദ്ധ ബൈബിൾ. वो है पवित्र बाइबल। അതാണ് ഇന്ന് രാത്രി നാം സ്തോത്രം आज ചെയ്ത് रात को हम പറയുന്നത്. धन्यवाद के साथ बोलना चाहिए। യേശുവിന്റെ നാമം. यीशु का नाम, അപ്പൊ യേശു ക്രിസ്തുവിന്റെ वो यीशु मसीह का, മരണം തിരുവെഴുത്തുകളിൻ പ്രകാരം. जो मृत्यु शास्त्र के हिसाब से, നല്ല ആമേൻ എന്ന് പറ. अच्छा आमीन का है, യേശുവിന്റെ यीशु मसीह का, അടക്കം जो उनका തിരുവെഴുത്തുകളിൻ दफन പ്രകാരം. विधि पवित्र शास्त्र में लिखा है उसी प्रकार। മൂന്ന്, तीसरा, യേശു ക്രിസ്തുവിന്റെ यीशु मसीह का, ഉയർത്തെഴുന്നേൽപ്പ് उनका जी उठना തിരുവെഴുത്തുകളിൻ പ്രകാരമാണ്. शास्त्र में लिखा है उसी हिसाब से है। സങ്കീർത്തനങ്ങളിലേക്ക് നമുക്ക് വരാം. भजन संगीता में आए, 16 സങ്കീർത്തനം भजन संगीता 16 10 വാക്യം. 16 का 10। നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. മതി, വളരെ നന്ദി. आमीन, हालेलुया। क्योंकि तू मेरे प्राण को अधोलोक में ना छोड़ेगा, ना अपने पवित्र भक्त को सड़ने देगा। എത്ര പേർക്ക് സന്തോഷമുണ്ട്? कितने लोग को खुशी है? നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, तू मेरे प्राण को अधोलोक को नहीं छोड़ेगा, നിന്റെ പരിശുദ്ധനെ, ना നിന്റെ अपने പരിശുദ്ധനെ पवित्र भक्तों को ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. सड़ने नहीं देगा। ആമേൻ. हालेलुया। അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകത്തിലേക്ക് നിങ്ങളൊന്ന് വരണം. प्रेरितों के कृत्यों के हम आए, 2 അധ്യായം. दूसरे अध्याय। എല്ലാവരും എന്റെ മുഖത്തോട് നോക്കിയാൽ മതി, ഇപ്പൊ വായിക്കണ്ട, ഒന്ന് പറയാനാ. आमीन, स्तोत्रम। പത്രോസ്ലീഹ प्रेरित पौलुस പന്തിരുവരോട് കൂടെ നിന്ന് സുവിശേഷം പ്രസംഗിക്കുക. जो वहां पे सुवार्तीकरण कर रहे हैं, ആയിരക്കണക്കിന് മനുഷ്യർ ചുറ്റും കൂടിയേക്കുക. आजू बाजू में हजारों से लोग भीड़े इकट्ठे हुए हैं। വിരൽ ചൂണ്ടി അവരോട് പറയുക, वो उंगली तान कर कहता है, നമ്മുടെ പൂർവികനായ ദാവീദിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. हमारा पूर्व दाऊद को हम सबको मालूम है। ദാവീദും മരിച്ചല്ലോ. दाऊद तो मरा। ഒരു സ്തോത്രം എന്ന് പറഞ്ഞു. स्तोत्रम बोले, धन्यवाद। തിരുവെടുത്ത് പറയുന്നത് ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തെന്ന. जो पवित्र शास्त्र कहता है दाऊद का नगर में उनका दफन विधि हुआ। ദാവീദിനെയും ദാവീദിന്റെ കല്ലറയെയും അറിയാവുന്ന दाऊद और दाऊद का खबर को जानने वाले ശ്രോതാക്കളോട് ചോദിക്കുകയാണ്, श्रोता गणों से पूछते हैं, ദാവീദിന്റെ കല്ലറ दाऊद का कबर ഇത്രയും കൊല്ലമായിട്ടും അടഞ്ഞു കിടക്കുകയല്ലേ? जो इतना सालों से वो बंद पड़ा है, ആ കല്ലറയ്ക്കകത്ത് ദാവീദിന്റെ മാംസമല്ല അഴുകി മാറി അസ്ഥി പൊടിഞ്ഞു പോയില്ലേ? जो उस कबर के अंदर दाऊद का मांसपेशियां अस्थि सब कुछ वो सड़ गया है। എന്റെ പ്രിയരെ, അപ്പൊ അത് ദാവീദിനെ കുറിച്ചല്ലല്ലോ പറയുന്നത്. तो दाऊद के बारे में नहीं कहता അപ്പൊ है। പത്രോസ് പറയാ, പിന്നെ ആരെ കുറിച്ചാ പറയുന്നത്? पतरस कहता फिर किसके बारे में അത് लिखा है? പറയുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചാ. वो यीशु मसीह के बारे में कहता है। ദാവീദിന്റെ കല്ലറ അടഞ്ഞു കിടക്കുന്നു. दाऊद का कबर बंद पड़ा ആ है, കല്ലറയ്ക്കകത്ത് ദാവീദിന്റെ ശരീരം അഴുകിച്ചേർന്നു. उस कबर में दाऊद का सड़ അവന്റെ गया ശരീരം है, ദ്രവത്വം കണ്ടു. वो उसका शरीर सड़ गया എന്നാൽ है, ദ്രവത്വം കാണാതെ लेकिन ना सड़े हुए മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ച് मृत्यु को अधोलोक को മൂന്നാം हरा ദിവസം हुआ, ഉയർത്തെഴുന്നേറ്റു. तीसरा दिन जी उठा हुआ ആര് परमेश्वर। ഉയർത്തെഴുന്നേറ്റു? कौन जी उठा है? യേശു यीशु ഉയർത്തെഴുന്നേറ്റു. मसीह जी उठा है। കരം ഉയർത്തി എത്ര പേർക്ക് हाथ ആമേൻ उठाकर പറയാൻ हम यीशु को കഴിയും? हम धन्यवाद करते रहेंगे। ഹല്ലേലൂയ. हालेलुया। അപ്പൊ യേശുവിന്റെ മരണം यीशु का मृत्यु തിരുവെഴുത്തുകളിൻ പ്രകാരം, शास्त्र के हिसाब से, യേശു ക്രിസ്തുവിന്റെ അടക്കം यीशु मसीह का दफन विधि തിരുവെഴുത്തുകളിൻ പ്രകാരം. शास्त्रों के हिसाब से। ഒരു ആമേൻ എന്ന് പറഞ്ഞു. आमीन बोलते യേശുവിന്റെ रहे। ഉയർപ്പ് यीशु मसीह का सजीवन തിരുവെഴുത്തുകളിൻ होना പ്രകാരം. शास्त्रों में लिखा है उसी അപ്പൊ हिसाब ഉയർപ്പ് से। സത്യമാണോ? जो जी उठना सच है, ഒരു സ്വോത്രം എന്ന് പറഞ്ഞ് एक स्तोत्रम हालेलुया യേശു बोले। ഉയർത്തെഴുന്നേറ്റത് സത്യമാണോ? यीशु जी उठा सच സത്യമാണ്. है, सच है। എന്താ അതിന്റെ ഉറപ്പ്? उसका पक्कम क्या അതിന്റെ है? ഉറപ്പ് വിശുദ്ധ തിരുവെഴുത്ത്. वो पक्कम है पवित्र शास्त्र। ഹല്ലേലൂയ. हालेलुया। മൂന്നാമത് പൗലോസ് तीसरी बात प्रेरित ഒരു पौलुस, താത്വികനെ പോലെ एक जो तार्किकन के समान ഒരു പ്രത്യേക കാര്യം അവതരിപ്പിക്കുന്നുണ്ട്. हाँ, खास एक शास्त्र के हिसाब से कहता है। അതിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ 5 से ദൃക്സാക്ഷികളെ കൊണ്ട് നിർത്തുകയാണ്.
दो गवाहों को लाके खड़ा करते हैं। എല്ലാവരും എന്റെ മുഖത്തോട് നോക്കി നോക്കി. आमीन। പൗലോസ് ഒരു കോടതിയിലെ വിസ്താരം പോലെ കാര്യങ്ങൾ ഇങ്ങനെ തെളിവ് സഹിതം നിരത്തുന്നത്. पौलुस न्यायालय के विस्तारण के हिसाब से सबूतों के साथ बात को रखता है, അപ്പൊ ദൃക്സാക്ഷികളെ കൊണ്ട് നിർത്തുക. गवाहों को लेके ले आता है। യേശു ഉയർത്തെഴുന്നേറ്റു എന്നത് നേരിൽ കണ്ട ദൃക്സാക്ഷികൾ, यीशु मसीह सजीवन हुआ करके रूबरू देखा हुआ गवाहों को। അതിന്റെ 5ാമത്തെ വാക്യം, उसका 5वीं पद, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കവേരും ഇന്ന് വരെ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർ എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. हालेलुया। और कैफा को तब वो 12 को दिखाई दिया, फिर 500 से अधिक भाइयों को एक साथ दिखाई दिया, जिनमें से बहुत अब तक वर्तमान में है और कितने सो गए हैं। हालेलुया. आमीन। നിങ്ങൾക്കൊരു ഹല്ലേലൂയ പറയാൻ हालेलुया बोले, स्तोत्र। ഞാനതൊന്ന് ശാന്തമായിട്ട് പറയാം. शांत तौर पर बात करना चाहता സത്യത്തിലെ യേശു ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആദ്യം പ്രത്യക്ഷനായത് കേഫാവിനല്ല, പത്രോസിനല്ല. जो सचमुच में परमेश्वर सजीवन होने के बाद पहला प्रत्यक्ष कैफा को या पत्रुस को ചില नहीं, സഹോദരിമാർക്ക് ആദ്യം പ്രത്യക്ഷനായി. कुछ बहनों को पहले प्रत्यक्ष हुआ है, പക്ഷെ പൗലോസ് സഹോദരിമാരെ ഒഴിവാക്കി. जो पौलुस बहनों को अभी साढ़े में कर दिया। സഹോദരിമാരെ വിഷമിക്കാതിരിക്കാൻ ഞാനൊരു കാര്യം പറയാം. बहन लोग दुख ना लगे तो एक बात पता, വിഷമിക്കുന്നു വേണ്ട. അന്ന് നടപ്പിലുണ്ടായിരുന്ന ഒരു കാര്യം ഞാൻ जो പറയാം. उस समय जो था, आप चिंता मत कीजिए। റോമൻ സാമ്രാജ്യത്തിന്റെ കാലത്ത് रोमी साम्राज्य के समय में സാക്ഷികളായി സ്ത്രീകളെ അംഗീകരിച്ചിരുന്നില്ല. गवाहों की तौर पर बहनों को अंगीकार नहीं किया था। സ്ത്രീകളെ സാക്ഷി വിസ്താരത്തിന് കോടതി കൊണ്ടുവരികയല്ല, അവരോട്ട് പറഞ്ഞാലോട്ട് അത് കോടതിക്ക് സ്വീകാര്യമല്ല. बहनों को जो है साक्षी का विस्तारण के लिए न्यायालय में नहीं लाते, बोले तो भी नहीं आए। കാരണം അന്നത്തെ കാലത്ത് അത്ര വിശ്വസനീയമല്ലായിരുന്നെന്നും തോന്നുന്നു അവരുടെ ദൃക്സാക്ഷി വിവരണങ്ങൾ. उस समय में उतना विश्वसनीय नहीं लगता था उनका विस्तारण की बात जो सबूत देते थे। ഇന്ന് കുഴപ്പമൊന്നുമില്ല. आज कोई बात नहीं है। കാരണം തന്നെയല്ല, അന്ന് സ്ത്രീകൾക്കൊന്നും സമൂഹം അമിത പ്രാധാന്യം, അമിതെന്നല്ല സാധാരണ പ്രാധാന്യത പോലും उस കൽപ്പിച്ചിരുന്നില്ല. समय के समाज बहनों को जो उनका प्रथम या प्राधान्य बात नहीं देते थे। ഇന്നലെ പറഞ്ഞതുപോലെ അന്നൊക്കെ ജീവിക്കാതെ ഇന്ന് ജീവിക്കാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യം. कल बोले वैसे उस समय के बदले आज जीने को प्रभु आपको अनुमति दिया, वो कितना सौभाग्य की बात സത്യം है। പറഞ്ഞാൽ ഇന്ന് റേഷൻ കാർഡ് പോലും നിങ്ങൾക്ക് ഞങ്ങൾക്കൊന്നുമില്ല. सचमुच कहे तो आपके नाम से रेशन कार्ड है, हमारे पास कुछ नहीं ഇന്നിപ്പോ है। ഞങ്ങളുടെ കാര്യം കഷ്ടമാണ്, നിങ്ങളുടെ കാര്യം എല്ലാം आज हमारा बात बहुत कठोर है, आपकी तो अच्छा दिन है। നിങ്ങൾക്കൊരു സന്തോഷം ആയിക്കോട്ടെ എന്ന് കൊണ്ട് खुशी के साथ आपको അപ്പൊ आनंद मिले इसलिए। അപ്പൊ ദൃക്സാക്ഷി വിവരണങ്ങൾ അതിന്റെ ക്രമത്തിലല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്. जो है गवाहों का उसका क्रम के हिसाब से उल्लेख नहीं किया കാരണം है। പൗലോസ് ഒരു കാര്യം ഒന്ന് വ്യക്തമാക്കി വരികയാണ്, തെളിയിച്ചു വരികയാണ്. पौलुस एक बात को साफ खुल्लम करके आता है। അപ്പൊ തെളിവുകൾ നിരത്തുമ്പോൾ അന്നത്തെ സാമൂഹിക പശ്ചാത്തലം കൂടെ മനസ്സിലാക്കി ആധികാരികമായിട്ടാണ് वो രേഖപ്പെടുന്നത്. सबूतों को करता है तो उस समय के समाज के प्रथम स्थान के हिसाब से ठीक ठाक और करता है। അതുകൊണ്ട് സഹോദരിമാരുടെ കാര്യം വിട്ടു. इसलिए बहनों की बात छोड़ दिया। ഒന്നാമത്തെ പേരുകാരനെ നമുക്കൊന്ന് പരിശോധിക്കാം. पहला नाम കേഫാവ്. कैफाओ। ഒരു നല്ല ആമേൻ എന്ന് പറ. अच्छा आमीन बोले। ആരാ കേഫാവ്? वो कैफा कौन है? പത്രോസ. पत्रस है। അപ്പൊ കർത്താവ് ഒറ്റയ്ക്ക് പത്രോസിനൊന്ന് പ്രത്യക്ഷനായി. लेकिन परमेश्वर अकेले में पत्रस को प्रत्यक्ष हुआ। രണ്ട് തെളിവുകൾ ഞാൻ നിങ്ങൾക്ക് दो തരാം. सबूत। അതിൽ ഒന്നാമത്തെ പദം നിങ്ങൾ ശ്രദ്ധിച്ചോണം. पहला पद, കർത്താവ് ഈ എമ്മൗസിലേക്ക്, കർത്താവ് ഉയർത്തെഴുന്നേറ്റതൊക്കെ അറിയാതെ രണ്ടുപേരെ എമ്മൗസിലേക്ക് പോവുകയാണ്. परमेश्वर जी उठाए, पता नहीं वैसे दो लोग एमोस की ओर जा रहे യെരുശലേമിൽ थे। നിന്നാണ് അവർ പോകുന്നത്. यरूशलेम से एमोस जा അവർ रहे തമ്മിൽ थे। വാദിച്ചും തർക്കിച്ചും ഒക്കെ പോവാ. वो वाद विवाद करते, तर्कवाद करते जाते थे। എന്റെ പ്രിയ കർത്താവ് അവരുടെ കൂടെ ചേർന്ന് നടന്നു. मेरे प्रिय प्रभु उनके साथ साथ चलने लगा। നിങ്ങൾ എന്നെ ഈ വാദിക്കുകയും തർക്കിക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യും. आप वाद विवाद करते हो, तर्क करते हो, झगड़ा क्यों करते അപ്പൊ हो? അവര് പറഞ്ഞു, യെരുശലേമിൽ വന്ന് പാർക്കുന്ന പരദേശികൾ നീ മാത്രം ഇതൊന്നും അറിഞ്ഞില്ലേ? जो कि यरूशलेम में क्या परदेशी हो, आपको मालूम नहीं है क्या हुआ है? ഒന്നും അറിയാത്തതുപോലെ കർത്താവ് ചോദിച്ചു, എന്നാന്ന് പറ. वो पूछा अनजान में, बोला क्या हुआ बताइए। ഞങ്ങളുടെ ഒരു ഗുരു ഉണ്ടായിരുന്നു, നസറേയനായ യേശു. हमारा एक गुरु था यीशु नासरी। അദ്ദേഹത്തെ യഹൂദന്മാരെല്ലാം കൂടെ പീഡിച്ചു, പീലാത്തോസിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. यहूदी लोग सारे पकड़े और पिलातुस को सौंप दिया। അദ്ദേഹം മരിച്ചു, वो मरे, കല്ലറയിലൊക്കെ വെച്ചു. दफन भी कब्र में रखे। ഞങ്ങളുടെ ചില സഹോദരിമാര് രാവിലെ ചെന്നപ്പോ കല്ലറയ്ക്കകത്ത് ആളില്ല. हमारे कुछ बहन लोग सुबह गए तो कब्र में कोई नहीं है। അവര് വന്ന് പറഞ്ഞു അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു. वो आके कहते कि वो जी उठा है। ഞങ്ങൾക്കാണെങ്കിൽ അതങ്ങോട്ട് വിശ്വസിക്കാനേ हम तो विश्वास ही नहीं कर पाते हैं। ഞങ്ങൾ ആ കാര്യം പറഞ്ഞാൽ
തമ്മിൽ തർക്കിച്ചു പോകും. वो बात को बात करते हुए तर्क में जाते हैं. അപ്പൊ കർത്താവ് परमेश्वर ഈ ന്യായപ്രമാണത്തില് പഞ്ചഗ്രന്ഥങ്ങളിലെ नियम शास्त्र में 5 ग्रंथों സങ്കീർത്തനങ്ങളിലെ में संग भजन गीता में പ്രവചന പുസ്തകങ്ങളിലെ भविष्यवाणी के पुस्तक में തന്നെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ उनके बारे में उल्लेख किया बातें. അപ്പൊ അതൊക്കെ വായിക്കുമ്പോൾ എന്റെ കണ്ണ് നിറയാറുണ്ട്. वो पद पढ़े तो आंख में आंसू आता है. ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് मसीह इस प्रकार कष्ट को अनुभव തന്റെ करते हुए മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടതല്ലയോ? उनका महिमा में प्रवेश ഒരു करना നല്ല है. ആമേൻ എന്ന് സ്തോത്രം एक अच्छा ചെയ്ത് आमीन പറഞ്ഞേ. स्तोत्रम करे. കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. प्रभु ने इस कहा वो मतलब यही है. ഇങ്ങനൊക്കെ കഷ്ടം സഹിക്കണമെന്ന് इस प्रकार कष्ट सहन करना है തിരുവെഴുത്ത് करके। പറഞ്ഞതുപോലെ സംഭവിച്ചെങ്കിൽ शास्त्र में लिखा है वैसे हुआ है तो അദ്ദേഹം അതിനുശേഷം उसके बाद में ഉയർത്തും മഹത്വത്തിലേക്ക് പോകണമെന്നുള്ളതും और जो सजीवन होकर महिमा में जाना है അതേ करके, തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ? उसी बात शास्त्र में उल्लेख किया हुआ है. കഷ്ടം വരെ വിശ്വസിക്കാമെങ്കിൽ जो कष्ट तक विश्वास करे ഉയർത്ത तो ശേഷം മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നതും വിശ്വസിച്ചുകൂടെ? जी उठने के बाद महिमा में प्रवेश करे वो भी കരമുയർത്തിയോടെ विश्वास നല്ല करे. ആമേൻ സന്തോഷത്തോടെ ഒന്ന് अच्छा പറ. हमें हालेलुया खुशी के साथ ഇതെല്ലാം हम പറഞ്ഞ് പറഞ്ഞ് कहें. പറഞ്ഞ് 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 അവര് പാർക്കുന്ന വീടിനോടടുത്തു. वो सब बातें करते करते और रहते थे वहां पहुंच गए. യേശു മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചു. यीशु मसीह आगे जाते वो दिखाया. തമ്മിൽ വാദിക്കുന്നവരാണെങ്കിൽ ആദിത്യ മര്യാദയുള്ളവരായിരുന്നു. जो आपस में झगड़ा करते हैं लेकिन कुछ मर्यादा के साथ करते थे. ഒരു നല്ല ആമേൻ എന്ന് പറ. अच्छा തമ്മിൽ വാദിക്കുന്നവരാണെങ്കിലും ആദിത്യ മര്യാദയുള്ളവരായിരുന്നു. हाँ जो है वो बात करते झगड़ा लेकिन वो हॉस्पिटैलिटी उनको था. അപ്പൊ പറഞ്ഞു സന്ധ്യ ആകുക, जो शाम हो रहे हैं ഒറ്റയ്ക്ക് പോകണ്ട, अकेला मत जाओ. നടന്ന് ക്ഷീണിച്ച് വന്നല്ലേ, आप चल के थके हुए हैं ഞങ്ങളുടെ കൂടെ ഒന്ന് രാത്രി കഴിയാം. हमारे साथ रहो. കർത്താവ് വീട്ടിൽ ചെന്നു, प्रभु उस घर में गए, അപ്പം എടുത്തു, रोटी लिया, നുറുക്കി. तोड़ा. നുറുക്കിയപ്പോൾ അവർക്ക് മനസ്സിലായത് तब पता चला ഇതുവരെ തങ്ങളുടെ കൂടെ നടന്നത് अब तक उनके साथ चले. ഞങ്ങളുടെ വാദത്തിലും തർക്കത്തിലും ഇടപെട്ട് हमारे बात विवाद तर्क में व्यवहार തിരുവെഴുത്തുകൊണ്ട് ഞങ്ങളെ किया. ഉറപ്പിച്ചത് प्रभु के वचन में दृढ़ किया. ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. सजीवन हुआ वो परमेश्वर അതിനെ है. തുറന്ന് എത്ര പേർക്ക് സന്തോഷത്തോടെ ഒന്ന് मुंह സ്തോത്രം खोल ചെയ്യാൻ करके കഴിയും? लोग धन्यवाद करेंगे. ഹല്ലേലൂയ. हालेलुया. അപ്പൊ അവർക്കൊരു നല്ല ദൂത് കിട്ടി. उनको अच्छा प्रभु का वाणी मिला. മറ്റു ശിഷ്യന്മാരെല്ലാം കൂടെ दूसरा शिष्यगण ഈ ആശയക്കുഴപ്പത്തില്ല. जो है उनका आशय में कोई गड़बड़ में है. അവരൊട്ടും താമസിച്ചില്ല. वो एकदम देरी नहीं किया. ഉയർത്ത കർത്താവിനെ ഞങ്ങൾ കണ്ടെന്ന് പറയാൻ जो सजीवन हुआ प्रभु को हम देखे करके कहने की। ശീഘ്രം യെരൂശലേമിലേക്ക് പോവാ. वो जल्दी यरूशलेम की ओर जा रहे അവർ हैं. രണ്ടുപേരും നമുക്കൊന്ന് പറയണം. हम कहते हमें पहले बताना है. ഉയർത്ത കർത്താവിനെ കണ്ടെന്ന് जी നമുക്ക് उठा हुआ प्रभु को हमें देखा करके हमें അവരാ बोलना है. സന്ദേശം അങ്ങോട്ട് പറയാൻ ഓടിച്ചില്ല. वो संदेश बताने के लिए दौड़ के जाते हैं. അകത്ത് കയറിയപ്പോഴേ अंदर गए, അവിടെ കൂടി ഇരിക്കുന്നവര് തമ്മി പറയുക, वो बैठे हुए आपस में कहते हैं കർത്താവ് പത്രോസിന് പ്രത്യക്ഷനായി. परमेश्वर पतरस को प्रत्यक्ष हुआ. ഇവർക്ക് പ്രത്യക്ഷനായ കാര്യം പറയാനാ ചെല്ലുന്നു. जो इनको प्रत्यक्ष हुआ बात करने के അപ്പൊ लिए जा അവര് रहे हैं. തമ്മി പറയാ, वो आपस में दोनों बोलते हैं കർത്താവ് പത്രോസിന് പ്രത്യക്ഷനായി. परमेश्वर पतरस को ഒരു प्रत्यक्ष നല്ല हुआ. ആമേൻ എന്ന് പറ. അച്ഛാ, അപ്പൊ ആമേൻ കർത്താവ് പത്രോസിന് ഒറ്റയ്ക്ക് ഒന്ന് പ്രത്യക്ഷനായി. परमेश्वर पतरस को अकेलेपन में प्रत्यक्ष हुआ അതിനെ है. പത്രോസിന് ഒറ്റയ്ക്ക് പ്രത്യക്ഷനായി. जब परमेश्वर कैसे उसके सामने अकेले में प्रत्यक्ष അയ്യോ, हुआ. എന്റെ തമ്പുരാന്റെ പദ്ധതികൾ ഓർത്താൽ നമ്മൾ അറിയാതെ സ്വോത്രം ചെയ്തു. हमारे परमेश्वर की योजना याद करे तो अनजान में धन्यवाद ഈ करेंगे. ഞായറാഴ്ച അതിരാവിലെ रविवार को भोर സഹോദരിമാര് കല്ലറയ്ക്ക് വെച്ചെന്നു. को बहन लोग कब्र में गए. അവരെ കല്ലുരുട്ടി മാറ്റി, അതുകൊണ്ട് കല്ല് ഉരുട്ടി മാറ്റിയത് കൊണ്ട് കല്ലറയ്ക്കകത്തോട്ട് കയറി. जो है जो पत्थर वहां से हटा दिया था इसलिए कब्र के अंदर घुसे. അപ്പൊ വെള്ള വസ്ത്രം ധരിച്ച ഒരു ബാല്യക്കാരൻ അവിടെ ഇരിക്കുക, सफेद वस्त्र धारण एक युवान वहां बैठा है, കല്ലറയ്ക്കകത്തിരിക്കുക. कब्र के अंदर बैठा है. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ യേശുവിനെ അന്വേഷിച്ച് വന്നാന്ന് എനിക്കറിയാം, पूछा आप यीशु मसीह को ढूंढने आए मुझे പക്ഷേ मालूम है, അദ്ദേഹം കല്ലറയിലില്ല. लेकिन वो कब्र के अंदर नहीं അദ്ദേഹം है. ഉയർത്തെഴുന്നേറ്റെന്നേ. ओ जी उठा है. എന്നിട്ട് നിങ്ങൾ ചെന്നേ आप जाए ഒരു സ്വോത്രം ഒന്ന് പറഞ്ഞു പറയണം. एक धन्यवाद करके कहे. ദൂതൻ സഹോദരിമാരോട് പറയാ, जो दूतगण बहनों से कहते ഈ हैं കാര്യം പത്രോസിനോടും കർത്താവിന്റെ ശിഷ്യന്മാരോടും പറയണം. इस बात पतरस को परमेश्वर के अन्य शिष्यगणों അപ്പൊ को എന്റെ कहे. ചോദ്യം, ശിഷ്യന്മാരുടെ കൂടെ ഉള്ള ആളല്ലേ പത്രോസ്? जो है मेरा सवाल है क्या पतरस शिष्यगण के बीच പിന്നെ में नहीं എന്തിനാ था? എടുത്തു പറയുന്നത്? പത്രോസിനോടും പറയണം, ശിഷ്യന്മാരോടും तो പറയണം. फिर उठाकर दोबारा क्यों कहते हैं कि पतरस से भी आप पता नहीं പത്രോസിന് करके? മാത്രം ഒരു പ്രത്യേക പരിഗണന, पतरस को खास एक अलग मर्यादा जो बात ഒറ്റയ്ക്ക് പത്രോസിന് മാത്രം ഒരു പ്രത്യക്ഷത. अकेले में पतरस को ही प्रत्यक्ष क्यों हुए? എന്താ അതിന്റെ കാരണം എന്നറിയോ? कारण क्या है? എന്റെ സഹോദരങ്ങളെ, ഈ കൂട്ടത്തിൽ ഏറ്റവും തകർന്നയാൾ അങ്ങേരാ. इस झुंड में एकदम टूटा हुआ व्यक्ति वही ഇന്ന് है കോഴി കൂവുന്നതിന് മുമ്പേ जो मुर्गा भाग നീ के उस എന്നെ समय തള്ളി പറയുമെന്ന് കർത്താവ് പറഞ്ഞില്ലേ? जो आप मुझे धिक्कारोगे രക്ഷിതാവ് ठुकराओगे करके कहा. ക്രൂശീകരണത്തിലേക്ക് എന്താണ് നടക്കുമ്പോൾ जो है उद्धार करता है ഒരു क्रूसीकरण में കാഴ്ച जाते കണ്ടിട്ടാ हैं. പോയത്. एक दर्शन देखे തന്നെ തള്ളി പറഞ്ഞിട്ട് उसको धिक्कारने के बाद വേദനയാൽ പാപബോധത്താൽ അലമുറയിട്ട് കരയുന്ന जो പത്രോസ് दर्द से पाप
का समझ के साथ चिल्ला चिल्ला कर എന്റെ रोने वाला ജീവിതത്തിൽ पतरस को। അങ്ങനെ ഒരു പരാജയം സംഭവിച്ചു പോയല്ലോ. मेरे जीवन में ऐसा पराजय हो चुका था, ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ. मैं ऐसा कर दिया था। എന്റെ കർത്താവിന്റെ അടുക്കൽ ചെന്ന് തിരുത്താൻ ക്ഷമ ചോദിക്കാൻ പറ്റില്ലല്ലോ. मेरे प्रभु के सामने जाकर के सुधारने ക്ഷമ के लिए, ചോദിക്കാൻ माफ करने के लिए പോലും नहीं होगा। കഴിയാതെ, मैं माफी भी मांग नहीं सकता हूँ, തിരുത്തപ്പെടാൻ അവസരമില്ലാതെ सुधारने के लिए अवसर नहीं ഞാൻ ആ मिला। പാതകം ചെയ്തു പോയല്ലോ. मैं वो पाप कर चुका ഇനി ഞാൻ हूँ, എന്ത് ചെയ്യും? अब मैं क्या करूंगा? പാപബോധം കൊണ്ട് പിടയുന്ന ഒരു ഹൃദയം പത്രോസിനുണ്ട്. पाप का समझ के साथ तड़पने वाला पतरस को एक दिल ദൂതൻ है। പത്രോസിനോട് പറയണമെന്ന് പറയുമ്പോൾ दूध कहता है पतरस से कहना എന്റെ കർത്താവ് है। ഒറ്റയ്ക്ക് പത്രോസിന് പ്രത്യക്ഷനാകുമ്പോൾ मेरा प्रभु अकेले में पतरस को അവനൊരു प्रकट होते സന്ദേശം കൊടുക്കുകയാണ്. हैं। वो एक संदेश देते കുഞ്ഞെ हैं, സാരമില്ല, बेटा दिक्कत നീ नहीं है, നിരാശപ്പെടണ്ട, आप निराश मत हो ഞാൻ നിന്നോട് जाइए, ക്ഷമിച്ചു കേട്ടോ, मैं आपसे माफ कर सकता നിന്നോട് ഞാൻ हूँ, പൊറുത്തു കേട്ടോ, मैं आपको माफ कर നീ सकता എന്നെ हूँ। തള്ളിക്കളഞ്ഞെങ്കിലും तू तो मुझे धिक्कार दिया നിന്നെ था, ഞാൻ തള്ളിക്കളഞ്ഞിട്ടില്ല. मैं तुझको धिक्कारा नहीं നിന്നെ ഞാൻ ചേർത്ത് है, പിടിക്കുകയാണ്. आपको जोड़ने आया എന്റെ हूँ, പദ്ധതിക്കകത്ത് നീയുണ്ട്. मेरे पद्धति के अंदर എന്റെ आते ഹിതത്തിനകത്ത് हैं, നീയുണ്ട്. आपका मर्जी के हिसाब से मैं അതിനെ भी തുറന്നൊന്ന് हूँ। സ്തോത്രം ചെയ്ത് वो പറയാമോ? मुंह खोलकर हम परमेश्वर ആ को धन्यवाद ചതഞ്ഞുപോടെ करें। ഒടിക്കാത്ത ദൈവം, टूटा हुआ सर्कल को പുകയുന്ന तोड़ते തിരിയെ नहीं കെടുത്താത്ത है, ദൈവം, जो झुका हुआ ഇന്ന് दिया രാത്രി बुझाता നമ്മോട് नहीं കരുണ है, കാണിച്ച आज ദൈവം, रात को हमसे करुणा നമ്മെ दिखाया हुआ, തള്ളിക്കളയാഞ്ഞ ദൈവം, हमें धिक्कारा नहीं നമ്മെ परमेश्वर, ഉപേക്ഷിക്കാഞ്ഞ ദൈവം, आपको नहीं त्यागने वाला ഇന്ന് परमेश्वर, ചേർത്ത് പിടിച്ച ദൈവം, आपको जोड़ने वाला ആ ദൈവത്തിന് परमेश्वर, സ്തോത്രം പറയാം. उस परमेश्वर को धन्यवाद ആത്മാവിൽ करेंगे। നിയോഗമുള്ള आत्मा में ദൈവമക്കൾ, नियोग वाले परमेश्वर ആ को, കരമടി उस ചൽപ്പ जगह को നിമിഷം भूलते हुए ഇന്ന് രാത്രി ദൈവത്തിന് आज रात സ്തോത്രം को हम परमेश्वर को धन्यवाद करेंगे। स्तोत्र, हालेलुया। എന്റെ ഹൃദയം നന്ദിയാ मेरा दिल धन्यवाद के साथ ദൈവസന്നിധിയിൽ നിറയുന്നു. प्रभु के शुरू में भर जाता है। ദൈവമേ, हे प्रभु, തള്ളിക്കളഞ്ഞില്ലല്ലോ, आपने मुझे नहीं त्यागा, എറിഞ്ഞു കളഞ്ഞില്ലല്ലോ, आपने मुझे फेंक नहीं दिया, ഉപേക്ഷിച്ചില്ലല്ലോ, आपने त्यागा नहीं ചേർത്ത് है, പിടിച്ചല്ലോ, साथ में लगाया है, സഹിച്ചല്ലോ, आपने सहन किया പൊറുത്തല്ലോ, है, आपने माफ किया है, എന്നോട് കാണിച്ച കരുണയ്ക്കായി, मुझसे दया दिखाया, എന്നോട് കാണിച്ച ദയയ്ക്കായി, मुझसे करुणा दिखाया എന്നോട് കാണിച്ച है, അപാരമായ മനസ്സലിവിനായി मुझसे अपार प्यार ഇന്ന് के രാത്രി लिए, അങ്ങേക്ക് സ്തോത്രമെന്ന് आज रात को പറയാൻ हमें धन्यवाद മനസ്സുള്ള करते हैं। ദൈവമക്കളുടെ കരമുയർത്തി मन वाले सारे प्रभु के लोग धन्यवाद ശബ്ദമുയർത്തി करें, ദൈവത്തിന് आवाज സ്തോത്രം उठाकर धन्यवाद करते रहे। ദൈവത്തിന്റെ കരുണയ്ക്കായി प्रभु का करुणा के ഞാൻ लिए ദൈവത്തെ मैं സ്തുതിക്കുന്നു. परमेश्वर को धन्यवाद करूंगा। അപ്പൊ ഒന്നാമത്തെ ദൃക്സാക്ഷി वो पहला गवाह പത്രോസിനാണ്. पतरस को है, പത്രോസാണ് पतरस है ഉയർത്തെഴുന്നേറ്റ കർത്താവ്. जो सजीवन हुआ ഒന്നാമത് परमेश्वर है। പത്രോസിന് പ്രത്യക്ഷനായി. पहले पतरस को प्रत्यक्ष हुआ। രണ്ടാമത് പന്തിരുവർ. दूसरा जो बात, പന്തിരുവർ എന്ന് പറയുമ്പോൾ जो ये बात कहे तो 12 പേരെന്ന തത്വത്തിലല്ല. जो 12 लोग उस तत्व नहीं, കാരണം 12 പേരാണെങ്കിൽ യൂദ ആ കൂട്ടത്തിൽ ഇല്ല. जो 12 लोग हैं तो यूदा उसमें नहीं है, മത്തിയാസ് ഒട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടും ഇല്ല. जो मत्तियास को चुना भी नहीं ഒരു था। നല്ല ആമേൻ എന്ന് പറ. एक अच्छा आमीन का है। പന്തിരുവർ എന്ന് പറഞ്ഞാൽ 12 പേർ എന്ന നിലയിലല്ല, जो 12 लोग ऐसा नहीं, ശിഷ്യന്മാരെ പൊതുവിൽ വിളിക്കുന്നത് പന്തിരുവർ എന്നാണ്. जो है शिष्यगणों को इस प्रकार का അപ്പൊ नाम से അതിന്റെ 12 അർത്ഥം लोग, ഇത്രയേ ഉള്ളൂ. അർത്ഥം ഇത്രയേ ഉള്ളൂ. 12 लोग ശിഷ്യന്മാർ. वही मतलब है। അടുത്തത് പൗലോസ്. എന്തൊരു വാക്കുകളാണ്. कितने शब्द वचने आते हैं, നിങ്ങൾ ഈ വേദപുസ്തകം വായിക്കുമ്പോഴേ, आप वचन पढ़ेंगे तब, പ്രത്യേകിച്ച് പൗലോസിന്റെ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോഴേ, खास करके पौलुस का पत्री पढ़े, ഓരോ വാക്കുകളൊക്കെ എങ്ങനെ പ്രയോഗിച്ചേക്കുന്നത്. कितना कितना जो शब्द वर्ड्स कितने अच्छे अच्छे उपयोग किया हुआ है। മാത്രം വചനം വായിക്കുമ്പോ അന്യഭാഷ പറയാം. वो काफी है वचन पढ़ते के समय अन्य भाषा बोलने के लिए। നമുക്ക് ഈ ലേഖനം ഒന്നും വായിക്കുമ്പോ അന്യഭാഷ വരിക. हम पत्रियां पढ़े तो अन्य भाषा नहीं आएगा। നമുക്ക് അന്യഭാഷ വരുന്നത് സിംഹത്തിന്മേൽ അണലിന്മേൽ നീ ചവിട്ടുമ്പോൾ ആറ് സിംഹത്തിൽ. हम अन्य भाषा कब आएगा? सी के ऊपर, सांप के ऊपर आप कुछ लोगे, वो लिखा तभी। നമുക്ക് സങ്കീർത്തനം വായിക്കുന്നതിലെ സന്തോഷമുള്ളൂ. हमें भजन संगीता पढ़ने में ही खुशी है, കാരണം നമ്മളെ സന്തോഷിപ്പിക്കുന്ന വാക്യം മുഴുവൻ അതിന്റെ അകത്തേ ഉള്ളൂ. कि हमें आनंद दिलाए वैसी बातें भजन संगीता में लिखा അത് है। വായിച്ചോ? वो पढ़ो, എന്നാൽ ലേഖനങ്ങൾ വായിക്കുമ്പോഴും ദൈവത്തിന് സ്തോത്രം लेकिन പറയണം. सारे पत्रियां पढ़े तो भी परमेश्वर को धन्यवाद എത്ര करना പേർക്ക് എന്നോട് है। ചേർന്ന് ഒരു നല്ല ആമേൻ പറയാൻ कितने കഴിയും? लोग अच्छा आमीन बोल पाएंगे? ലേഖനങ്ങളിലൂടെ നമ്മളൊന്ന് പോണം. जो पत्रियां की ओर से हमें पढ़ के जाना है। അപ്പൊ അവിടെ പൗലോസ് നടത്തുന്ന മൂന്നാമത്തെ ഗ്രൂപ്പ്, तीसरा झुंड, ഈ കുഞ്ഞുങ്ങളെ എല്ലാരെയും കൂടെ ഉൾപ്പെടുത്തിയ ഞാൻ ഇനി ഈ സന്ദേശമൊക്കെ പറയുന്നത്. കാരണം നിങ്ങൾക്കും കൂടെ
ഇതിന്റെ അകത്ത് കഴമ്പുണ്ടെന്നൊന്ന് ബോധ്യമാകട്ടെന്നും കൊണ്ടാ ഞാനിത് പറയുന്നത്. बच्चों के लिए भी मैं संदेश, इस वचन में ठोस बात है, सबूत है, इसलिए मैं आपको बताता रहा हूँ. നമ്മൾ വിശ്വസിക്കുന്നതിന്റെ അകത്ത് കഴമ്പുണ്ടെന്ന് हम जो विश्वास करते हैं उसमें कुछ दम है. വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്ത് നിൽക്കാൻ പറ്റുള്ളൂ. विश्वास के लिए कीमत देंगे तो ही स्थिर हो पाएंगे. അതുകൊണ്ട് കുഞ്ഞുങ്ങളും കൂടെ വളരെ ഗൗരവമായിട്ട് എന്നെ കൊടുന്ന് വരാം. बच्चे भी बहुत गंभीरता के साथ यहाँ ध्यान दें. മൂന്നാമത്തെ ഗ്രൂപ്പ് 500-ലധികം സഹോദരന്മാരാ. जो है 500 से ज्यादा भाई लोग हैं. ഈ 500-ലധികം സഹോദരന്മാരെ ये सारे भाई लोग ഒരുമിച്ച് കർത്താവ് അവർക്ക് പ്രത്യക്ഷനായി. एक साथ परमेश्वर प्रकट हुए. നിങ്ങൾ എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്തതിനോട് വന്നേ. आप सारे धन्यवाद के साथ ഇതിന്റെ करें. അകത്തൊരു 120-ഓ 130-ഓ പേര് അങ്ങേറ്റം കണ്ടേക്കാം. इसके अंदर 120-130 लोग होंगे. അത് കൂടിയാലോ കുറഞ്ഞാലോ എനിക്കൊരു പ്രശ്നമല്ല. इसमें ज्यादा हो कम हो मुझे कोई दिक्कत नहीं. मैं उदाहरण कहता हूँ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇവിടെ അങ്ങ് വന്നെന്നിരിക്കട്ടെ. जो जी उठा परमेश्वर मान लो यहाँ पे आ गए. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അങ്ങ് പ്രത്യക്ഷനായിരിക്കട്ടെ. हम सबको एक समान प्रत्यक्ष हो गया प्रभु. അതിന്റെ അകത്ത് ആധികാരികത കൂടുതലാണ്. उसमें अधिकारिता ज्यादा है. കാരണം ഒറ്റയ്ക്ക് പ്രത്യക്ഷനാകുമ്പോ, क्योंकि अकेले अकेले में प्रत्यक्ष होगा तो അത് വേണമെങ്കിൽ അവര് പറയുന്നത് കള്ളമാണെന്ന് സമർത്ഥിക്കാം. जो चाहे तो झूठ बोलता है करके बोल पाएंगे. പക്ഷെ പൗലോസ് പറയും അങ്ങനെ മാത്രമല്ല. पौलुस कहता है ऐसा अकेला नहीं. 500 പേര് ഒരുമിച്ചിരിക്കെ एक साथ 500 लोग बैठे ഉയർത്ത हैं. കർത്താവ് അവർക്ക് പ്രത്യക്ഷനായി. सजीवन प्रभु उनके बीच में प्रकट हो എന്നിട്ട് गया. പറയുകയാണ്, वो कहता है അവരിൽ മിക്കവേരും उसमें से ज्यादातर लोग ഇന്ന് വരെ ജീവനോടിരിക്കുക. अब तक जिंदा है. ഞാൻ ഈ ലേഖനം എഴുതുന്ന സമയത്ത് मैं पत्र लिखता हूँ समय में भी, കൊരിന്ത്യരെ, हे कोरिन्थ के लोग, ഉയർത്ത കർത്താവിനെ ഞങ്ങൾ കണ്ടെന്ന് പറയാൻ जो जी उठा प्रभु को हम देखे बोलने के लिए നൂറുകണക്കിന് ദൃക്സാക്ഷികൾ ജീവിച്ചിരിക്കുക. 100 से ज्यादा जो गवाह എത്ര പേർക്ക് അധരം है. തുറന്ന് സന്തോഷത്തോടെ कितने लोग ദൈവത്തിന് खुशी के സ്തോത്രം साथ ചെയ്യാൻ കഴിയും? परमेश्वर को धन्यवाद ഒന്ന് करेंगे. കേഫാവിന് പ്രത്യക്ഷനായി. वो पतरस को प्रत्यक्ष हुआ. രണ്ട്, दूसरा 12 പേർക്ക് പ്രത്യക്ഷനായി. जो 12 लोगों को प्रत्यक्ष हुआ. 500-ലധികം സഹോദരന്മാർക്ക് तीसरा പ്രത്യക്ഷനായി. 500 से ज्यादा भाइयों को. 4 യാക്കോബിന് പ്രത്യക്ഷനായി. चौथा याकूब को प्रत्यक्ष 5 हुआ. അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷനായി. 5वां प्रेरितों को प्रत्यक्ष हुआ. വിശദീകരിക്കുന്നില്ല. विस्तार करने के लिए समय അടുത്തത് नहीं. അവസാനം പൗലോസ് പറയുക, आखिरी में पौलुस ആ कहता है, വാക്കൊന്ന് സ്തോത്രം ചെയ്ത് പറയേണ്ടത്, वो शब्द धन्यवाद के साथ, ഒടുവിലാകാല പ്രജ പോലെയുള്ള और ये मैं दीन जो प्रजा हूँ मुझे भी, എനിക്കും പ്രത്യക്ഷനായി. वो मुझे भी प्रत्यक्ष हुआ है. എന്റെ കണ്ണിനെ എനിക്ക് വിശ്വസിക്കാം. मेरे आंख को विश्वास कर എന്റെ सकता हो. കാതിനെ എനിക്ക് വിശ്വസിക്കാം. मेरे कान को भी विश्वास कर सकता हो. ഡെമസ്കോസിന്റെ പടിവാതിൽക്കൽ जो है वहाँ ഉയർത്ത കർത്താവിനെ ഞാൻ കണ്ടതാണ്. जी उठा परमेश्वर का ഉയർത്ത वर्णन കർത്താവിന്റെ करे. ശബ്ദം ഞാൻ കേട്ടതാണ്. जी उठा परमेश्वर का ഒരു आवाज को सुना തോന്നലിന്റെ है. പുറത്തല്ല ഞാൻ ഈ യേശുവിനെ സേവിക്കുന്നത്. कोई विचार के बारे में ഉയർത്ത കർത്താവിനെ കണ്ട ബോധ്യത്തിലാണ്. जी उठा परमेश्वर का കരമുയർത്തിയുടെ നല്ല ആമേൻ പറയാൻ മനസ്സുള്ളവർ ശക്തിയോടെ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം धन्यवाद करे. ഹല്ലേലൂയ. हालेलुया. നാലാമത്തെ ഭാഗം കൂടെ പറഞ്ഞിട്ട് आखिरी बात बताकर നമ്മളൊരു പ്രത്യാശയുടെ ഗീതം ഒന്ന് പാടി ദൈവത്തെ ആരാധിക്കും. हम वो आशा का गान गाकर प्रभु को आराधना भी करेंगे. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി നല്ല സ്തോത്രം എന്ന് പറയാം. हाथ उठाकर धन्यवाद करें. അപ്പോ അടുത്തത് പൗലോസ് പറയുന്നത്, आगे पौलुस कहता है, ഈ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ प्रभु यीशु मसीह जी उठे नहीं होते तो അതിന്റെ അപകടം എന്താണെന്ന് അദ്ദേഹം उसका ബോധ്യപ്പെടുത്തുകയാണ്. दुर्घटना गड़बड़ कहा है. ആ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് കൊണ്ടുവരാം. उस भाग में ध्यान लेके आए. അതിന്റെ 13-ാമത്തെ വാക്യം തൊട്ട് 13वां पद से, മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. यदि मरे हुए का पुनरुत्थान ही नहीं तो मसीह भी नहीं जी ആ उठा. ഭാഗത്തേക്ക് ഞാൻ പിന്നീട് വന്നോളാം. उस भाग में बाद में आऊंगा. 14-ാമത്തെ വാക്യം, 14वीं अध्याय, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ यदि मसीह भी नहीं जी उठा तो ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം. हमारा प्रचार व्यर्थ है. ഒരു നല്ല സ്തോത്രം എന്ന് പറഞ്ഞ എന്റെ മുഖത്തോട് अच्छा धन्यवाद कहे. പൗലോസ് പറയുക, पौलुस कहता ഞങ്ങൾ है, ഈ പ്രസംഗിക്കുന്നതിന്റെ അകത്തൊന്നും വലിയ കഴമ്പില്ല. हम जो प्रचार करते हैं तो उसमें कोई दम नहीं है. എന്തുകൊണ്ട് കഴമ്പില്ല? क्यों दम नहीं യേശു है? ഉയർത്തില്ലെങ്കിൽ കഴമ്പില്ല. यीशु अगर जीव नहीं उठे तो दम അങ്ങനെയാണെങ്കിൽ नहीं അതിനൊരു है. മറുവശമില്ലേ? इसका दूसरा भी भाग है. ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമല്ല. हमारा प्रचार व्यर्थ ഇത് नहीं है. അധരചർവണമല്ല. ये हम केवल खाली खाली ഇത് बोलने वाले യാഥാർത്ഥ്യമാണ്. नहीं है. ये एक रियलिटी ഇത് है. കഴമ്പുള്ളതാണ്. इसमें दम है. എന്തുകൊണ്ട് ക്രിസ്തീയ പ്രസംഗം ആധികാരികമാകുന്നു? मसीह का प्रचार अथॉरिटी के യേശു साथ है. ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് यीशु जी उठा है. ക്രിസ്തീയ इसलिए പ്രസംഗം ആധികാരികമാണ്. मसीह का प्रचार आधिकारिक के എന്നോട് साथ ചേർന്ന് ആമേൻ പറയാൻ मेरे എത്ര പേർക്ക് साथ മനസ്സുണ്ട്? हालेलुया, स्तोत्रम അവർക്കായി ഞാൻ हालेलुया. ദൈവത്തെ സ്തുതിക്കുന്നു. ओ परमेश्वर
परमेश्वर को धन्यवाद करें। യേശു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ यीशु अगर जी उठा नहीं है तो നമ്മുടെ പ്രഭാഷണം ആധികാരികമല്ലെന്ന് വരും. हमारा प्रचार ऑथेंटिकेटेड नहीं होता। അടുത്തത് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ यदि मसीह जी नहीं उठा है तो നിങ്ങളുടെ വിശ്വാസം, आपका विश्वास भी व्यर्थ എല്ലാവരും है। ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞേ, धन्यवाद करके कहें, നിങ്ങളുടെ വിശ്വാസം तुम्हारा വ്യർത്ഥം. विश्वास भी व्यर्थ है। മറു സൈഡും കൂടെ ഞാൻ പറയാം. और दूसरी बाजू भी कहे, ഒന്നാം നൂറ്റാണ്ടിൽ पहले सदी में റോമൻ സാമ്രാജ്യത്തിൽ रोमी साम्राज्य में ഇരുമ്പ് തൂണുകളിൽ जो लोहे के खंभे ഇരുമ്പ് में ചങ്ങല കൊണ്ട് लोहे का साकलों से बांधकर മെഴുകുശില ചുറ്റുന്നത് പോലെ ചുറ്റി, और जैसे उसको बराबर लपेट कर മെഴുകുതിരി കത്തുന്നത് പോലെ जैसे मोमबत्ती जलता है, പതിനായിരക്കണക്കിന് ദൈവമക്കൾ हजारों प्रभु के लोग ക്രിസ്തീയ വിശ്വാസത്തെ പ്രതി मसीह विश्वास के कारण തീപ്പന്തം പോലെ കത്തപ്പെട്ടു. जो मशाल के समान പൗലോസ് ज्वलित हुए। പറയുകയാണ്, पौलुस कहता ഈ है വിശ്വാസത്തിന് വേണ്ടി इस विश्वास के लिए തീപ്പന്തം പോലെ കത്തപ്പെട്ട, आग की मशाल के समान चले हुए മൃഗങ്ങളാൽ हैं। പിച്ചി ചിന്തപ്പെട്ട जो जंगली जानवरों से काटे गए, പതിനായിരക്കണക്കിന് खाए गए, ദൈവമക്കളുണ്ടല്ലോ, हजारों हजारों प्रभु के लोग അവരുടെ हैं। വിശ്വാസത്തിനും മരണത്തിനും പ്രസക്തി ഇല്ലാതെ വരും. उनका विश्वास और मृत्यु में कोई दम नहीं है। യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ यीशु अगर सजीवन नहीं हुआ എന്ന है तो തീപ്പന്തം പോലെ കത്തിയവരും ये आग की मशाल के समान जले हुए വന്യമൃഗങ്ങളാൽ हैं। പിച്ചി ചിന്തപ്പെട്ടവരും, जंगली जानवर ने पकड़ कर खाया है വിശ്വാസത്തിന് വേണ്ടി तो മരിച്ചവരും, विश्वास के लिए मरे हुए ആ लोग, വിശ്വാസം വ്യർത്ഥമല്ലെന്ന്, वो विश्वास व्यर्थ नहीं അവരുടെ है। മരണം വ്യർത്ഥമല്ലെന്ന്, उनका मृत्यु व्यर्थ नहीं है। രക്തസാക്ഷികളുടെ മരണവും शहीद लोगों का मृत्यु വെറുതെയല്ലെന്ന് वो खाली नहीं ഉറപ്പിക്കപ്പെടുന്നത് है। वो दृढ़ कैसे होता है? യേശു ഉയർത്തെഴുന്നേറ്റത് यीशु കൊണ്ടാണ്. मसीह जी उठा है। എത്ര പേർക്ക് എന്നോട് ചേർന്ന് ആമേൻ പറയാൻ कितने കഴിയും? लोग मेरे साथ धन्यवाद യേശു करेंगे? ഉയർത്തെഴുന്നേറ്റിട്ടില്ല. यीशु अगर जी उठा नहीं है तो ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. आपका विश्वास व्यर्थ है। അടുത്തത് 15ാമത്തെ വാക്യം, 15वीं पद, മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ वरन हम परमेश्वर के ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത परमेश्वर सजीवन नहीं किया है तो ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി मसीह में सजीवन किया है, परमेश्वर के विरुद्ध സാക്ഷ്യം हुआ। പറയുകയാൽ गवाह देते हैं इसलिए ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. हमें परमेश्वर के लिए झूठे गवाह बनते हैं। ഒരു നല്ല ആമേൻ എന്ന് പറയും. अच्छा आमीन कहे। ഞങ്ങൾ എന്നാ പ്രസംഗിക്കുന്നത്? हम क्या प्रचार करते ദൈവം हैं? യേശു ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. परमेश्वर यीशु मसीह को जिलाया അങ്ങനെ है। ദൈവം ചെയ്യാത്തൊരു കാര്യം प्रभु जो नहीं किया है वो बात ഞങ്ങൾ നാട് നീളം നടന്ന് പ്രസംഗിച്ച, हम जो पूरा देश में प्रचार करें, ദൈവം ചെയ്യാത്ത കാര്യം ഞങ്ങൾ പറഞ്ഞ प्रभु जो बात नहीं किया हम प्रचार करें तो ഞങ്ങളുടെ കള്ളസാക്ഷികൾ എന്ന് വരില്ലേ? हम झूठे गवाह बनेंगे। അങ്ങനെ കള്ളസാക്ഷി പറഞ്ഞാൽ जैसे झूठी गवाह कहेंगे, കോടതി ശിക്ഷിക്കുമെങ്കിൽ जो न्यायालय दंड देगा, പരമാധികാരിയായ ദൈവം വെറുതെ വിടുമോ? परमाधिकार परमेश्वर क्या हमें खाली ഞങ്ങൾക്ക് छोड़ेगा? ഉറപ്പുണ്ടെന്നേ, हमें दृढ़ है ദൈവ ശിക്ഷ പിടിച്ചു പറ്റുന്നതല്ല ഞങ്ങൾ ചെയ്യുന്നത്. परमेश्वर का दंड हम ले ഞങ്ങൾക്ക് ऐसी बात हम ഉറപ്പുണ്ട്, नहीं करते हैं। ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, हमें दृढ़ है। ഞങ്ങൾ പറയുന്നതും സത്യമാണെന്ന്. हम जो बोलते हैं वो सच्ची बात है। എത്ര പേർക്ക് സന്തോഷത്തോടെ സ്വതന്ത്രം कितने പറയാൻ लोग खुशी കഴിയും? के साथ प्रभु को എങ്ങനെ धन्यवाद കിട്ടിയ करें? ഉറപ്പ്? कैसे दृढ़ता मिला है? യേശുവിന്റെ ഉയർപ്പിനാൽ കിട്ടിയ यीशु ഉറപ്പ്. का जी उठने से दृढ़ता मिला है। ഓടിച്ച് ഞാൻ മുന്നോട്ട് പോകുകയാണ്. मैं और आगे जल्दी बढ़ना അടുത്തത് चाहता പൗലോസ് हूं। പറയാണ്, पौलुस कहता है ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ 17ാമത്തെ വാക്യം, 17वीं पद, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാത്രേ. यदि मसीह जी ने उठा तो आपका विश्वास व्यर्थ അടുത്തതാ है। ഞാനൊന്ന് സ്തോത്രം ചെയ്ത് പറയുന്നത്, आगे मैं धन्यवाद के साथ कहूंगा। നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. और तो तुम अब तक अपने पापों में फंसे होते हैं। എല്ലാവരും എന്നെ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചേ. फिर से ध्यान दे। നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ ഇന്നും ഇരിക്കുന്നു. और तुम अब तक अपने पापों में फंसे എന്ത് हो। സംഭവിച്ചാൽ क्या होगा तो യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ यीशु अगर जी उठा नहीं है तो എന്താ അതിന്റെ അർത്ഥം എന്നറിയാവോ? मतलब क्या है? അതിന്റെ അർത്ഥം ഞാൻ പറയാം. उसका मतलब कहूँ, അമേരിക്കയുടെ ഭരണകാലഘട്ടത്തിലെ സുവർണ കാലഘട്ടം, अमेरिका का राज का सुवर्ण समय में, ജോൺ എഫ് കെന്നഡിയുടെ കാലഘട്ടം, जॉन एफ कैनेडी के समय में അദ്ദേഹം രക്തസാക്ഷിയായിട്ട് വെടിയേറ്റ് മരിക്കുകയായിരുന്നു. वे शहीद होकर गोली खाकर मरे हैं। അമേരിക്കയുടെ മണ്ണിൽ നിന്ന് അടിമത്ത കച്ചവടം നിർമ്മാർജ്ജനം ചെയ്ത जहाँ अमेरिका का मिट्टी से गुलामों का व्यापार बंद किया എബ്രഹാം हुआ ലിങ്കൺ വെടിയേറ്റ് മരിക്കുകയായിരുന്നു. इब्राहिम लिंकन को भी गोली मारा था। നമുക്ക് ബ്രിട്ടൻ അടിമനുഖത്തിൽ നിന്ന് हमारे को ब्रिटेन का गुलामी में നിരായുധ से സമരത്തിലൂടെ സ്വാതന്ത്ര്യം നേടിത്തന്ന आज जो है जो अपने हमें आजादी दिया നമ്മുടെ हुआ, പ്രിയപ്പെട്ട രാഷ്ട്രപിതാവ് മഹാത്മജി വെടിയേറ്റ് हमारा മരിക്കുകയായിരുന്നു. प्रिय जो राष्ट्रपति महात्मा गांधी, നമ്മുടെ പ്രിയദർശിനി ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കുകയായിരുന്നു. हमारा प्रिय रश्मि इंदिरा गांधी गोली खाकर मरी। രാജീവ് ഗാന്ധി ശ്രീ പെരുമ്പത്തൂരിൽ ബോംബ് സ്ഫോടനത്തിൽ राजीव गांधी जो है श्री पेरुंबदूर में बॉम्ब विस्फोट में उनको शहीद कर दिया।
दिया ഞാൻ ഈ है। പറഞ്ഞതിന്റെ ആശയം मैं कहने का ഈ मतलब മഹാരഥന്മാരുടെ इस महारथों का, ഇന്ദിരാഗാന്ധിയുടെ മരണം इंदिरा गांधी का मृत्यु, അതൊക്കെ രക്തസാക്ഷിത്വ മരണമാണ്. ओ शहीद का मृत्यु നിങ്ങൾ है। എല്ലാവരും ഒന്ന് സ്വോത്രം ചെയ്ത് आप പറഞ്ഞു. धन्यवाद के साथ അബ്രഹാം कहें। ലിങ്കനെ പോലെ, इब्राहिम लिंकन के समान, F. Kennedy പോലെ, जॉन एफ केनेडी के समान, മഹാത്മാഗാന്ധിയെ പോലെ, महात्मा गांधी के समान, ഇന്ദിരാഗാന്ധിയെ പോലെ, इंदिरा गांधी के समान, രാജീവ് ഗാന്ധിയെ പോലെ राजीव गांधी के समान കേവലം ഒരു രക്തസാക്ഷിത്വ മരണമാകുമായിരുന്നു. केवल एक शहीद जैसा मृत्यु हो യേശു सकता था। ക്രിസ്തുവിന്റെ മരണവും यीशु मसीह का मृत्यु भी, യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നെങ്കിൽ यदि यीशु जी नहीं उठे എത്ര तो പേർക്ക് എന്നോട് ചേർന്ന് ഒരു സ്വോത്രം പറയാൻ कितने കഴിയും? लोग परमेश्वर को धन्यवाद എന്നാൽ करें। യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് लेकिन यीशु मसीह सजीवन അതൊരു हुआ है इसलिए രക്തസാക്ഷിത്വ മരണമല്ല. वो शहीद जैसा मृत्यु नहीं കേവലം है। യേശു ക്രിസ്തുവിന്റെ മരണം केवल यीशु मसीह का ലോക मृत्यु നേതാക്കന്മാരെ പോലെ दुनिया का नेताओं के ഒരു समान രക്തസാക്ഷിത്വ മരണമല്ല. एक शहीद का मृत्यु അതൊരു जैसा नहीं പ്രായശ്ചിത്ത है। മരണമാണെന്ന് वो एक प्रायश्चित का मृत्यु അവന്റെ പാപത്തിന്റെ है। പരിഹാരത്തിനായിരുന്നു मानव जात का मृत्यु ദൈവം का निवारण के ദൈവം लिए है। തെളിയിച്ചത് प्रभु ने सबूत दिया യേശുവിന്റെ है। ഉയർത്തെഴുന്നേൽപ്പിലൂടെയാണ്. यीशु का जी उठने से അതരങ്ങൾ തുറന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കാം. परमेश्वर को हम धन्यवाद करेंगे। ഹല്ലേലൂയ. हालेलुया। റോമാലേഖനം പെട്ടെന്ന് വന്നേ. റോമാലേഖനത്തിലേക്ക് പെട്ടെന്ന് വന്നേ. रोमी 4-ാം അധ്യായം 24-25 വാക്യങ്ങൾ. 4 റോമാലേഖനം 4:24-25. रोमी 4:24 और 25। നമ്മെ വിചാരിച്ചും കൂടെ ആകുന്നു നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും മരണത്തിനേൽപ്പിച്ചു, നമ്മുടെ നീതീകരണത്തിനായി നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ നമ്മുടെ കർത്താവായ യേശുവിനെ. മതി 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 മതി. आमीन स्तोत्रम। वरन हमारे लिए भी जिनके लिए विश्वास धार्मिकता गिन जाएगा, अर्थात हमारे लिए जो उस पर विश्वास करते हैं जिसने हमारे प्रभु यीशु मसीह को मरे हुए में से പ്രിയപ്പെട്ടവരെ, जिलाया ആ है। വാക്യത്തിന്റെ ആധികാരികത നിങ്ങൾക്ക് മനസ്സിലായോ? इस वचन का अधिकारिता के बारे में നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ചു, हमारे अपराधों के वजह से നമ്മുടെ मृत्यु को सौंप दिया है। നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന हमारा न्यायकरण के लिए जी उठा हुआ യേശുവിന്റെ परमेश्वर। മരണം മൂലം यीशु मसीह का എന്റെ मृत्यु के പാപം द्वारा പരിഹരിക്കപ്പെട്ടെന്ന്, मेरा पाप का निवारण मिला എനിക്ക് है। പാപം മോചിക്കപ്പെട്ടെന്ന്, मेरा पाप से मुक्ति मिला സ്വർഗം है। എനിക്ക് തന്ന ഉറപ്പാണ്. स्वर्ग मुझे मिला യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പെന്ന് यीशु का जी उठना ഇന്ന് രാത്രി വിശ്വസിക്കാൻ आज ഭാഗ്യം रात കിട്ടിയ को ദൈവമക്കൾ विश्वास करने के लिए भाग्य मिला है। കരമടിച്ച് അല്പനിമിഷം കൂടെ और ताली बजाकर थोड़ा ശക്തിയോടെ ഈ समय രാത്രി ദൈവത്തിന് സ്തോത്രം शक्ति ചെയ്യാം. के साथ रात को परमेश्वर को അധരങ്ങൾ धन्यवाद തുറന്ന് करें। ആവേശത്തോടെ ഈ രാത്രി मुंह खोलकर आवेश के साथ स्तोत्रम रात ചെയ്തു को പറയാം. धन्यवाद के साथ परमेश्वर നമ്മുടെ को അകൃത്യങ്ങൾ कहें। നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടു, हमारे अपराधों के लिए मृत्यु में सौंपा നമ്മുടെ गया था। നീതീകരണത്തിനായി ഉയർത്തെഴുന്നേറ്റു. हमारा न्यायीकरण के लिए जी उठा है। ഇന്ന് രാത്രി എന്റെ സമയം അവസാനിക്കുന്നുണ്ട്. समय अंत हो रहा है इसलिए ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. और एक बात बताकर समाप्त करना चाहता हूँ। സഹോദരി സഹോദരന്മാരെ, भाइयों और बहनों, ഞാൻ ഇന്നലെ അല്പസമയം താമസിച്ചു പോയി. कल थोड़ा समय लंबा हो गया, അതുകൊണ്ട് നാളെ സഭായോഗമുണ്ട്. इसलिए कल भक्ति सभा है തന്നെയല്ല, പ്രത്യാശയോടെ ഗീതം പാടാനും കൂടെ സമയം വേണം. और आशा के साथ गीत गाने के लिए समय അതുകൊണ്ട് എല്ലാം കൂടെ चाहिए। വെട്ടിച്ചെടുക്കും ഇങ്ങോട്ട് ഞാനങ്ങ് और വരും. सारे काट कर यहाँ आना। നിങ്ങൾ എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. आज सारे लोग यहाँ ध्यान दीजिए। പ്രിയരെ, हे യേശു प्रियो, ക്രിസ്തുവിന് ഉയർത്തെഴുന്നേൽക്കാൻ यीशु मसीह को जी उठने के लिए കല്ലറയുടെ വാതുക്കൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റേണ്ട കാര്യമില്ല. जो है कब्र के दरवाजे से पत्थर को हटाने की എത്ര जरूरत പേർക്ക് नहीं ആ है। വാക്കിന് നല്ലൊരു സ്വോത്രം പറയാൻ कितने കഴിയും? लोग धन्यवाद कर पाएंगे उस शब्द യേശുവിന്റെ में। ശരീരം കല്ലറയിൽ വെച്ചിട്ട് यीशु मसीह का शरीर कब्र में ഒരു है, കല്ല് ഉരുട്ടി വെച്ചു. वो जो पत्थर लगा दिया വലിയ കല്ലായിരുന്നെന്നാ ദിവസം പറയുന്നത്. अगर बहुत बड़ा नहीं था करके थे। ഈ യഹൂദന്മാര് വന്ന് പീലാത്തോസിനോട് പറഞ്ഞു, यहूदी लोग आकर पिलातोस से कहा, യജമാനനെ हे स्वामी, ആ ചതിയൻ, അയ്യോ, वो धोखेबाज ജീവിച്ചിരിക്കുമ്പോ പറഞ്ഞിട്ടുണ്ട്, जीवित है तब कहा है, മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേൽക്കും. जो तीसरा दिन जी उठेगा। നടക്കുന്ന കാര്യമൊന്നുമല്ല. ये होने वाली बात नहीं है। പക്ഷെ ഒരു അപകടം അതിനകത്ത് മറഞ്ഞിരിപ്പുണ്ട്. एक गड़बड़ उसके अंदर है, दुर्घटना अंदर। ശിഷ്യന്മാര് ഭയങ്കര വീരന്മാരാ. शिष्य लोग तो बहुत वीर लोग हैं। ഈ കല്ലറയ്ക്കകത്ത് ഒന്ന് മൃതശരീരം അടിച്ചുകൊണ്ട് പോയിട്ട് कब्र के अंदर से मृतक लोथ जो ले लेगा, അവന്മാര് പറഞ്ഞു വരത്തു ഉയർത്തെഴുന്നേറ്റ്. वो लोग कहेंगे ये तो जी उठा है, അതുകൊണ്ട് അതിനെ അനുവദിച്ചുകൂടാ. इसलिए उसके लिए अनुमति नहीं देना है। പീലാത്തോസ് പറഞ്ഞു, കല്ലറ ആവോളം ഉറപ്പിച്ചു. पिलातुस ने कहा जितना हो सके उसको दबाकर बंद करो, ഞാൻ സന്നാഹം തരാം. मैं आपको अनुमति देता हूँ। പീലാത്തോസ് പട്ടാളത്തെ കൊടുത്തു. पिलातुस सेना को दिया, അവര് കല്ലറയ്ക്ക് മുദ്ര വെച്ചു. वो कब्र में
मोहर डाल ഒരു दिया। നല്ല ആമേൻ എന്ന് പറഞ്ഞു. अच्छा आमीन कहे। ഞാൻ പലപ്പോഴും വിചാരിക്കും ദൈവമേ അതും ദൈവ പദ്ധതിയാ. मैं कई बार सोचा प्रभु ये भी आपका योजना है। നേരെ തിരിച്ചാണെന്നിരിക്കട്ടെ, सीधा उल्टा है तो പീലാത്തോസിന്റെ ഇവിടുത്തെ ഇവര് പോയി जो पिलातुस के पास जाकर കല്ലറ സീൽ ചെയ്യാതെ, जो कबर मोहर ना डाले, പടയാളികളെ കാവൽ നിർത്താതെ अगर सेनाओं को चौकीदारी ना करे, കർത്താവ് ഉയർത്തെഴുന്നേറ്റിരുന്നെങ്കിൽ प्रभु सजीवन होते तो ഇവന്മാർക്ക് പറയരുതായിരുന്നു वो बोल सकते थे ना ചുമ്മാതാ वो खाली है, ഓട്ടിച്ചോണ്ട് പോയിട്ട് പറഞ്ഞു നടക്കുന്നു. वो छीन के लेके गया है वो तक അത് शरीर। സത്യത്തെ മൂടാനാ അവരത് ചെയ്തത്. सच्चाई को बंद ढांपने के लिए किया പക്ഷെ है। അവര് മൂടാൻ ചെയ്തത് ആ സ്വർഗം നന്മയാക്കി മാറ്റി. वो उन्होंने बंद किया और स्वर्ग भलाई में ഇന്ന് बदल രാത്രി ഞാൻ दिया। സ്വോത്രം ചെയ്തൊരു കാര്യം आज പറയാം. रात को धन्यवाद के साथ कहता ആരെല്ലാം हूं, എന്തെല്ലാം ദോഷം ചെയ്താലും कोई भी कितना भी बुराई क्यों ना തിന്മ ചെയ്യാൻ करे, പദ്ധതി ഇട്ടാലും भलाई करने के लिए बुराई करने के लिए നിന്നു योजना കൊടുത്താ बताए, മതി. आप केवल खड़े हो जाओ। ദൈവമെല്ലാം നമുക്ക് നന്മയ്ക്കായിട്ട് മാറ്റും. प्रभु सब कुछ भलाई में रूपांतरित തന്റെ करने അടുത്തോട് वाला എന്നോട് ചേർന്ന് है। ആമേൻ പറയാൻ होश മനസ്സുള്ള के എത്ര പേരുണ്ട്? साथ आमीन कितने लोग ആ बोल കരമുയർത്തി पाएंगे? ഒരിക്കൽ കൂടെ ദൈവത്തിന് हाथ സ്തോത്രം उठाकर ചെയ്യാം. प्रभु को धन्यवाद करें। ദൈവം എല്ലാം നമ്മുടെ നന്മയ്ക്കാക്കി മാറ്റും. प्रभु सब कुछ हमारा भलाई के लिए करता है। അപ്പൊ അവര് പടയാളികൾ കുന്തവും പന്തവും വാളും വടിയും ഒക്കെ പിടിച്ച് നെഞ്ചു വിരിച്ച് തല ഉയർത്തി പിടിച്ച് കാവൽ കാത്തോണ്ടിരിക്കുക. सेना के लोग आके सीना ठान कर हाथ पांव उठाकर चौकीदारी करता है। ദൂതൻ വന്നു കല്ലുരുട്ടി മാറ്റി. दूत आया पत्थर को हटा दिया। അയ്യോ, ആ ദൂതനെ കുറിച്ച് പറഞ്ഞ മിന്നലിനൊത്തതെന്നൊക്കെയാ. जो है दूत के समान कहते हैं एकदम चमकता हुआ आया और हटा दिया तेजी से। ഏത് കരുത്തനെ ആട്ടിപ്പോകുന്നത് പോലെയാണ് ദൂതൻ വന്നത്. जो एकदम तेजी के साथ किसी सबको हटा कर आ गया, മിന്നലിനൊത്തതെന്നാണ്. एकदम चमकता हुआ, एकदम रोशनी के समान आ ദൂതൻ വന്ന് गया। കല്ലുരുട്ടി മാറ്റി. जो दूत आकर पत्थर को എന്നിട്ട് ആ उठाया ദൂതൻ കയറി കല്ലിന് മുകളിൽ കുത്തിയിരിക്കുക. और दूत आकर उस पत्थर के ऊपर बैठ गया। മടിയൻ ദൂതൻ. जो है आलसू दूत, സ്വർഗത്തിലൂടെ എന്നാൽ അടുത്ത ഡ്യൂട്ടി കിട്ടും. जो स्वर्ग में जाएंगे तो अगला ड्यूटी അടുത്ത मिलेगा। ഡ്യൂട്ടി കിട്ടാതിരിക്കാൻ उस दूत को अगला काम ना मिले കല്ലിന് इसलिए മുകളിൽ കുത്തിയിരുന്ന് സമയം കൊല്ലുക. जो है पत्थर को बैठ जाता है और टाइम पास करता അടുത്ത है। ഡ്യൂട്ടി കിട്ടാതിരിക്കാനല്ല കുത്തിയിരിക്കുന്നത്. आगे का ड्यूटी नहीं मिले इसलिए नहीं। ഈ ദൂതം വന്ന് കല്ലുരുട്ടിട്ട് മാറ്റി പോയാൽ दूत आकर पत्थर को हटा कर जाए, നാണക്കേട് ഒഴിവാക്കാൻ ഇവന്മാരാ കല്ല് തിരിച്ചു. वो शर्मिंदा ना हो इसलिए फिर से पत्थर को लगाकर बंद कर सकता है। തമ്പുരാൻ ഉരുട്ടി മാറ്റിയത് जो परमेश्वर ने जो हटाया ഈ है, ബിരുദന്മാര് തിരിച്ചു ഉരുട്ടാതിരിക്കാനാ. ये वीर लोग दोबारा वो ना लगाए സ്വർഗം തന്റെ इसलिए। ദൂതനെ ആ കല്ലിന് മുകളിൽ स्वर्ग കൽപ്പിച്ചാക്കിയത്. उनका दूत को पत्थर के ऊपर ഇന്ന് बिठाया രാത്രി ഞാൻ है। സ്വോത്രം ചെയ്ത് പറയാം. आज रात को धन्यवाद के साथ തമ്പുരാൻ कहता ഉരുട്ടി हूं, മാറ്റിയതൊന്നും जो परमेश्वर ने हटाया ഒരുത്തനും हुआ തിരിച്ചുരുട്ടാൻ है പറ്റുകയില്ല. कोई भी दोबारा लगा नहीं യേശുവിന്റെ सकता है। അധികാരമുള്ള നാമത്തിൽ यीशु का अधिकारी नाम കൃപ ലഭിച്ച में ദൈവമക്കൾ ഒരുമിച്ച് ഇന്ന് രാത്രി സ്വോത്രം हम ചെയ്ത് प्रभु के പറയാം. लोग एक साथ मिलकर प्रभु को എന്റെ धन्यवाद ദൈവം करें। ഉരുട്ടി മാറ്റിയത് मेरा प्रभु ने जो ഒരു हटाया हुआ ശക്തിക്കും തിരിച്ചുരുട്ടാൻ പറ്റുകയില്ല. कोई भी चीज फिर से ला नहीं അവർക്ക് सकता സന്തോഷത്തോടെ ഈ है। രാത്രി അതിന് खुशी ആമേൻ के പറയാൻ साथ കഴിയുമോ? आज आमीन बोले हम परमेश्वर को। അപ്പൊ എന്റെ ചോദ്യം, मेरा सवाल, ദൂതനെ കൊണ്ട് തന്നെ കല്ല് ഉരുട്ടി മാറ്റി दूधों से क्यों पत्थर उठाया? കർത്താവിന് പുറത്തു വരാനാണ്. क्या प्रभु बाहर आ सकता था ना? യേശുവിന് പുറത്തു വരാൻ കല്ലറയുടെ വാതിക്കൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റണ്ടെന്നേ. यीशु मसीह को बाहर आने के लिए कब्र का बाहर का पत्थर हटाने की जरूरत नहीं കാരണം है, ഉയർത്ത കർത്താവ് क्योंकि जी उठा प्रभु। യഹൂദന്മാരെ പേടിച്ച് ശിഷ്യന്മാർ വാതിൽ അടച്ചിരിക്കെ, जो यहूदियों को डर कर शिष्यगण दरवाजा बंद करके വാതിൽ बैठे, തുറക്കാതെ दरवाजा ना खोले, മേൽക്കുര പൊളിക്കാതെ ऊपर का छत ना खोले, അവരുടെ അടുക്കൽ നടുവിൽ വന്ന് നിന്നു. उनके पास बीच में आकर खड़े हो അപ്പൊ गए। കർത്താവിന് കല്ലറയെന്ന് പുറത്തു വരാൻ കല്ലുരുട്ടി മാറ്റണ്ട. जो परमेश्वर को कब्र से बाहर आने के लिए पत्थर हटाने की ഒരു जरूरत നല്ല नहीं ആമേൻ है। ഒന്ന് പറ. अच्छा आमीन बोलेंगे। കർത്താവിന് പുറത്തു വരാവുന്നതേ ഉള്ളൂ. परमेश्वर आसानी से बाहर आ सकता है। അങ്ങനെയാണെങ്കിൽ എന്തിനാ കല്ലറയുടെ വാതിക്കൽ നിന്ന് കല്ലുരുട്ടി മാറ്റിയത്? ऐसा है तो फिर उसको कब्र की बात से वो पत्थर क्यों उठाया? ചരിത്രമുള്ളിടത്തോളം കാലം जब तक इतिहास है तब तक ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത कोई भी ठुकरा नहीं सके वैसे തെളിവായി वो सबूत है करके। എന്നേക്കും മണ്ണിൽ അത് നിലനിൽക്കേണ്ടുന്നത് हमेशा इस धरती में वो टिकने के लिए ദൂതനെ അയച്ച് കല്ലുരുട്ടി മാറ്റി. दूध को बेचकर पत्थर को ആ उठा ഉരുട്ടി दिया। മാറ്റിയ കല്ല് നാളിതുവരെ ആരും തിരിച്ചുരുട്ടാതെ वो जो पत्थर हटाया उसको कोई ആ दोबारा ना रखे കല്ലറ തുറന്നു इसलिए। കിടക്കാൻ എന്താ वो കാരണമെന്നറിയാമോ? कब्र खुला रहने के लिए क्या कारण ലോകത്തോട് है? എക്കാലവും ദൈവത്തിന് പറയാനൊരു സന്ദേശമുണ്ട്. दुनिया को हमेशा परमेश्वर യേശു को ആ एक संदेश കല്ലറയ്ക്കകത്തില്ല. है। यीशु मसीह उस कब्र के अंदर നമ്മുടെ नहीं കർത്താവ് है। മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റു. हमारा परमेश्वर मृत्यु आदोलों की फाटक को विजय വിശ്വസിക്കുന്ന होकर मार ദൈവമക്കൾ गए। കരമുയർത്തി ദൈവത്തിന് സ്തോത്രം विश्वास के ചെയ്യാം. लोग हाथ उठाकर അതുകൊണ്ട് ഇന്ന് परमेश्वर को രാത്രി ഞാൻ धन्यवाद വിളിച്ചു करें। പറയുന്നു, आज रात को मैं बताना
चाहता हूँ യേശു ഉയർത്തെഴുന്നേറ്റു. यीशु मसीह जी उठे हैं അതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. ओ इतिहास का हकीकत അതൊരു है സത്യമാണ്. ओ सच है ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറഞ്ഞ आज അവസാനിപ്പിക്കും. रात को इस प्रकार बोल के बंद ആ करना चाहता തുറക്കപ്പെട്ട കല്ലറ നമ്മോട് എന്താ हूं। പറയുന്നത്? इस खुला हुआ कब्र हमसे क्या ആ कहता ഉയർത്ത है കർത്താവ് നമ്മെ എന്താ जी പറയുന്നത്? उठा प्रभु हमसे क्या कहता है പൗലോസ് ഇങ്ങനെ പറയുന്നത്, पौलुस इस प्रकार कहता है യേശു ക്രിസ്തുവിനെ यीशु मसीह को മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് मरों के बीच में से सजीवन किया उस आत्मा തന്റെ വരവിൽ उनका आगमन में ഒന്ന് സ്വോത്രം ചെയ്ത് പറഞ്ഞേ, धन्यवाद के साथ कहे നമ്മുടെ മർത്യ ശരീരങ്ങളെയും हमारे मृतक शरीर को भी എല്ലാവരും ഒന്ന് സ്വോത്രം ചെയ്ത് പറഞ്ഞേ, सारे लोग धन्यवाद നമ്മുടെ करें। മർത്യ हमारे मृतक ശരീരങ്ങളെയും शरीर को भी ജീവിപ്പിക്കും. वो सजीवन ജീവിപ്പിക്കൂ. करेगा, जीवित करेगा। എല്ലാവരും ഒന്ന് അതരം തുറന്ന കരമുയർത്തി ഒന്ന് सारे സ്വോത്രം लोग मुंह പറയാമോ? खोल के हालेलुया ഇന്ന് स्तोत्रम രാത്രി ഞാൻ करेंगे। പറയാൻ പ്രിയരെ, मैं कहना ആ चाहता തുറക്കപ്പെട്ട हूँ കല്ലറ നമ്മോട് പറയുന്നു, वो खुला हुआ खबर कहता है വിശുദ്ധരുടെ കല്ലറകൾ, पवित्र लोगों का खबर വിശുദ്ധരുടെ കുഴിമാടങ്ങൾ पवित्र लोगों के लिए बातें അധിക നാള് ज्यादा दिन മൂടപ്പെട്ട് കിടക്കുകയില്ല. बंद नहीं पड़ेगा। നമ്മൾ അധിക നാൾ ഇവിടെ കാണില്ല. हम ज्यादा दिन यहाँ नहीं കാഹളം रहेंगे। ധ്വനിക്കും. तुरही फूका എല്ലാവരും ഒന്ന് जाएगा। സ്വോത്രം ചെയ്ത് പറ, सारे लोग धन्यवाद के साथ കാഹളം कहें, ധ്വനിക്കും. तुरही फूका जाएगा। മരിച്ചവർ ഉയർക്കോ, मरे हुआ वो നാം सजीवन രൂപാന്തരപ്പെടോ. होगा। हम रूपांतर हो കർത്താവ് താൻ जाएंगे। ഗംഭീരനാദത്തോടോ परमेश्वर को गंभीर स्वर പ്രധാന से, ദൂതന്റെ ശബ്ദത്തോടോ प्रथम दूत का आवाज के ദൈവത്തിന്റെ साथ, കാഹളത്തോടും കൂടെ प्रभु का तुरही के സ്വർഗ്ഗത്തിൽ साथ നിന്ന് ഇറങ്ങി വരും. स्वर्ग में से उतर ക്രിസ്തുവിൽ आएगा। മരിച്ചവർ മുൻപേ जो मसीह में ഉയർത്തെഴുന്നേൽക്കും. मरा हुआ पहले जी उठेगा। ജീവനോടെ जो ശേഷിക്കുന്ന जीवित बाकी है അവരോട് ഒരുമിച്ച് उनके साथ एक साथ में ആകാശമേഘങ്ങളിൽ आकाश मंडलों കർത്താവിനെ में എതിരേൽപ്പാൻ परमेश्वर को स्वीकार करने के മേഘങ്ങളിൽ लिए എടുക്കപ്പെടും. मेघों में हम उठा लिया ഉറപ്പുള്ള എത്ര പേര് ഇന്ന് जाएगा। രാത്രി वो ഇവിടെ कितने ഉണ്ട്? लोग आज रात को അവര് विश्वास ദൈവസന്നിധിയിൽ നിന്ന് करेंगे। എഴുന്നേറ്റ് നിൽക്കാം. उनकी हुजूरी में खड़े हो जाए। എല്ലാവരും ദൈവത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. सारे लोग खड़े हो जाए। ഹല്ലേലൂയ. Glory. നാം ഈ ആയുസ്സിൽ മാത്രം हम इस आयु में ही ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു. मसीह में आशा रखा है। സകല മനുഷ്യരിലും അരിഷ്ടന്മാരാണ്. सारे मनुष्य में से दया पात्र എന്നാൽ ഇന്ന് है। രാത്രി ഞാൻ സ്തോത്രം ചെയ്ത് പറയാം, आज धन्यवाद कहकर कहना ഞാൻ चाहता हूं, സകല മനുഷ്യരിലും सारे मनुष्यों में से ഏറ്റവും ഭാഗ്യമുള്ളവരാണ്. एकदम भाग्यवान लोग എന്തുകൊണ്ട് ഏറ്റവും हैं। ഭാഗ്യമുള്ളവർ? क्यों भाग्यवान है? നമുക്കറിയാം. हमें मालूम है മണ്ണിൽ കണ്ണ് തിരുമി അടച്ച जो मिट्टी में आंख എന്റെ बंद करके हो തലയ്ക്ക് जाए മുകളിൽ तो ഒരു നിത്യതയുണ്ടെന്ന് आपके सर के ऊपर अनंत काल എങ്ങനെ കിട്ടിയ है। ഉറപ്പ്? वो जो मिला हुआ दृढ़ता, യേശുവിന്റെ ഉയർപ്പ് കൊണ്ട് यीशु കിട്ടിയ का जी ഉറപ്പ്. उठने से जो मिला ആ हुआ പ്രത്യാശയുള്ള है, उस ദൈവമക്കൾ आशा का प्रभु के അധരങ്ങൾ लोग തുടർന്ന് ദൈവത്തിന് मुंह സ്തോത്രം खोलकर ചെയ്യും. हाथ उठाकर